بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب زدنا علما نافعا. الحمد لله. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിമഹത്തായ അനുഗ്രഹമാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനൊരു സദസ്സിൽ ഇരിക്കാനും ഒരുമിക്കാനൊക്കെ അള്ളാഹു അവസരം തന്നത്. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മളിൽ നിന്ന് എല്ലാവരും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. നമ്മൾ ഓരോരുത്തരും ഇൽമ അന്വേഷിക്കുന്ന വഴിയിലാണ് അല്ലെ, അറിവ് തേടിക്കൊണ്ടിരിക്കുന്നത്. മാഷാ അള്ളാഹ്. നമ്മൾ മനസ്സിലാക്കി അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത ഒരു വിഭാഗമാണ് അല്ലെ, അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ, ഖുർആൻ പഠിക്കാൻ. ശരിക്കും പറഞ്ഞാല് ഈ ദുനിയാവിലെ ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറഞ്ഞാല് എന്താണ് അറിയോ? ഈ ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നിഅമത്ത് ഈ ആഫിയത്തോടെ നമുക്ക് ഈ ദീനിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ കഴിയാന്നുള്ളതാണ്. ദീനിന് വേണ്ടിയിട്ട് നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ് പറയുന്നത്. അൽഹംദുലില്ലാ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുപോലെ ഏറ്റവും കൂടുതൽ നമുക്ക് സബർ വേണ്ട ഒരു മേഖലയുമാണ് എന്ത്, ഈ അറിവ് നേടുന്ന വിഷയത്തിൽ നമുക്ക് കൂടുതൽ ക്ഷമ ഉണ്ടാവേണ്ട ഒരു കാര്യം കൂടിയാണ് എന്ത്, ഇൽമ നേടുക എന്നുള്ളത് അല്ലെ. അപ്പം പിന്നെ എല്ലാ നിലക്കും പിന്നെ നല്ല രീതിയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കാം അല്ലെ. നല്ല നിയത്തോടു കൂടി ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട്, അള്ളാഹുവിനെ ഏൽപ്പിച്ചുകൊണ്ട്, നല്ല പ്രാർത്ഥനയോട് കൂടി എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും റഹ്മാനായ റബ്ബിന്റെ അനുഗ്രഹം ലഭിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള സൗഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മൾ എത്രത്തോളം നമ്മൾ അറിവ് നേടുന്നോ അപ്പോഴാണ് നമുക്ക് മനസ്സിലാകാം നമുക്കൊരു അറിവും ഇല്ല എന്നുള്ളത് അല്ലെ. നമ്മൾ കുറച്ച് അറിവ് നേടുമ്പോ നമ്മൾ വിചാരിക്കും നമുക്ക് ഭയങ്കര അറിവാണെന്ന്. പക്ഷെ കൂടുതൽ നമ്മൾ പഠിക്കും തോറും നമ്മൾക്ക് മനസ്സിലാവും നമുക്കൊന്നും അറിയില്ല, നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ചും അറിവില്ലാത്തവരായിരുന്നു എന്നുള്ളത് അല്ലെ. ഈ പഠനം, ദീനിന്റെ കാര്യത്തിലുള്ള പഠനം അല്ലെങ്കിൽ ഖുറാന്റെ പഠനം, തഫ്സീർ പഠനം എന്നുള്ളത് അത് ഒരിക്കലും നമ്മൾ അവസാനിപ്പിക്കാനേ പാടില്ല. കുറെയൊക്കെ പഠിച്ചല്ലോ, ഇനി അത് മതി, നിർത്ത എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. ചെയ്യുന്നത് പഠിക്കുന്ന അറിയുന്ന കാര്യങ്ങൾ നമ്മൾ എന്താക്കണം, ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം അല്ലെ. പരമാവധി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പം അറിവ് പിന്നെ നേടാനുള്ള അവസരം അള്ളാഹ്ക്കുള്ള ഒരു ഇബാദത്തും കൂടിയാണ് അല്ലെ. അത് ഏറ്റവും നല്ലൊരു ഇബാദത്തും കൂടിയാണ്. അതിലൂടെ നമുക്ക് അള്ളാഹുവിനെ നമുക്ക് ഖുശൂ ഉണ്ടാകാനും നമ്മളത് സഹായിക്കുന്നു. അള്ളാഹിനെ കുറിച്ച് ശരിക്കും അറിയാൻ അല്ലെ, അള്ളാഹിനെ കുറിച്ച് ശരിക്കും അറിയാൻ നമുക്ക് അതിനുള്ള ഈ പിന്നെ ഇൽമ നേടുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നു. എല്ലാ നിലക്കും അറിവെന്ന് പറയുമ്പോൾ പിന്നെ വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് അല്ലെ. അപ്പം അറിവുണ്ടാവുമ്പോഴാണ് ഖുശൂ ഉണ്ടാകുന്ന പറയുന്നത് അല്ലെ. നമുക്ക് അള്ളാഹിനെ കുറിച്ച് ശരിക്കും അറിയുമ്പോഴാണല്ലോ പിന്നെ ഖുശൂ എന്ന് പറയുന്നത് നമ്മൾ ഹൃദയത്തിൽ വരാന്. അപ്പം പിന്നെ നമുക്ക് ഖുശൂ ഹൃദയത്തിനുള്ളിലാണ് ഉണ്ടാവേണ്ടത്. പുറമേ നമുക്ക് കാണുന്ന രീതിയിൽ ഉണ്ടാവുമ്പോ അതിനെ കൊണ്ട് എന്തില്ല, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അല്ലെ. പുറമേ മാത്രമുള്ള ഒരു ഖുശൂ അത് പ്രകടന തൽപരത മാത്രമായിരിക്കും. ഉള്ളിലാണ്, ഹൃദയത്തിന്റെ ഉള്ളിലാണ് ഉണ്ടാവേണ്ടത് ആ ഒരു ഖുശൂ ഉണ്ടാവേണ്ടത് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനില് പിന്നെ വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലേ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ പറഞ്ഞിട്ട് പിന്നെ അവരുടെ ക്വാളിറ്റീസ് പറയുമ്പോൾ ഫസ്റ്റ് ആയിട്ട് പറഞ്ഞത് എന്താണ്, അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മാഷാ അല്ലാഹ്. അപ്പോ ആ ഖുശൂ അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി അറിഞ്ഞ്, അള്ളാഹിനെ അറിയേണ്ട പോലെ അറിഞ്ഞിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഉണ്ടാകാന് ഖുശൂ നമ്മളെ ഹൃദയത്തിൽ ഉണ്ടാകാൻ അല്ലെ.
അള്ളാഹുവിന്റെ മഹത്വം അത് നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടിട്ട് വേണം ആ അള്ളാഹിനോട് ഒരു സ്നേഹവും എല്ലാം കൂടി ഉൾക്കൊള്ളുമ്പോഴാണ് എന്താകുന്നത് ആ ഒരു അള്ളാഹുമായിട്ടുള്ള ബന്ധം കുറ്റുവാൾ അത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുക. ഉം. പുറമെ ബാത്തിനായിട്ട് പുറമെ ഉള്ള ഖുശൂവിനെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാവില്ല. ആൾക്കാരുടെ മുമ്പിൽ എല്ലാരും പറയും ഇവൻ നല്ല ആളാണ്, ഇവള് നല്ല ആളാണ് എന്നുള്ള ആ ഒരു രീതിയിലേക്ക് വരും. അപ്പൊ അങ്ങനെയല്ല നമ്മള് ഇന്നലെ നമ്മള് തഞ്ചേന്റെ ക്ലാസ് കേട്ടപ്പോ കുറെ ചോദ്യങ്ങൾ വന്നല്ലേ, സുബ്ഹാനല്ലാഹ്. ഓരോ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവുമല്ലോ. അവരവരോട് തന്നെ ചോദിക്കാൻ, വേറെ ആരും വിചാരിക്കേണ്ട, വേറെ ആരോടും അല്ലെ, വേറെ ആരും ചിന്തിക്കുക പോലും ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളോട് തന്നെ ചോദിക്കാൻ പറഞ്ഞ ചോദ്യങ്ങൾ ഓരോന്നും സ്വന്തത്തോടെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലെ. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയം ഖൽബൻ സലീം ആകുന്നുണ്ടോ അല്ലെ. നമ്മൾ അള്ളാഹുവിന് വേണ്ടി അള്ളാഹ് മാത്രം. ആ സെൽഫി പറയുമ്പോ ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയിട്ടല്ലേ നമ്മളെ ഹൃദയത്തിന്റെ സെൽഫി എടുക്കുമ്പോ അതില് ആരെല്ലാം ഉള്ളത് നമ്മളെ ഹൃദയത്തില് എല്ലാരും ഉണ്ട്, പക്ഷെ പഠിച്ചോനില്ല. സുബ്ഹാനല്ലാഹ് അല്ലെ. ചുറ്റും ചിന്തിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളായിരുന്നു. അള്ളാഹു എല്ലാവർക്കും മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇപ്പൊ നമുക്ക് ഇന്ന് എടുക്കാനുള്ളത് സൂറത്ത് സുമറാണ്. സൂറത്ത് സുമറിലേക്കാണ് നമുക്ക് പോകാനുള്ളത്. അൽഹംദുലില്ലാഹ്. നമ്മള് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് മുതലുള്ള എടുത്തത്ര വരെയുള്ള ആയത്തുകൾ എല്ലാ ദിവസവും പാരായണം ചെയ്യുന്നത്. മാഷാ അല്ലാഹ്, ഗ്രൂപ്പില് ചിലർ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആ ഓർമ്മപ്പെടുത്തുന്ന ആൾ എന്തായാലും എല്ലാ ദിവസവും ഓതുന്നുണ്ടാവും വിശ്വസിക്കാം. അല്ലാത്തവരൊക്കെ കഥ എന്താ, ഒന്ന് ഹാൻഡ് റൈസ് ചെയ്താൽ മതി. എല്ലാ ദിവസവും ഞാനൊന്ന് പറഞ്ഞ മുതൽ ഇന്ന് വരെയായിട്ട് എല്ലാ ദിവസവും സൂറത്ത് സുമർ ഓതിയ ആൾക്കാർ കൈവന്നിക്കണം. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. കുറച്ച് ആൾക്കാരുണ്ടല്ലേ. അൽഹംദുലില്ലാഹ്. എന്തായാലും അൽഹംദുലില്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു നിലനിർത്തി തരട്ടെ. ആമീൻ. പിന്നെ ഇൻഷാ അല്ലാഹ് ലാസ്റ്റ് കുറച്ച് സമയം ഞാൻ തരാം. എല്ലാ ദിവസവും ഇങ്ങനെ അർത്ഥസഹിതം ഓതിയിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് പറയാം, നിങ്ങളെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഒരു കുറച്ച് സമയം ലാസ്റ്റ് തരാം കേട്ടോ. എന്തായാലും പറയണേ, എല്ലാരും തയ്യാറാകണേ. ഇൻഷാ അല്ലാഹ് അത് കേൾക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് ഒരു പിന്നെ മോട്ടിവേഷൻ ആവുമല്ലോ. ഇൻഷാ അല്ലാഹ്. എന്തായാലും ഖുർആൻ ഓതി കഴിഞ്ഞാൽ നമുക്കൊരു നെഗറ്റീവ് എഫക്റ്റ് ഒരിക്കലും ഉണ്ടാവില്ല. നമുക്ക് പോസിറ്റീവ് മാത്രമേ ഉണ്ടാവൂ അല്ലെ. പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടാൻ എല്ലാ നിലക്കും. അപ്പൊ അത് അർത്ഥസഹിതം കൂടി ഓതിയാലോ പറയേണ്ടി വരില്ല അല്ലെ. അള്ളാഹു എല്ലാവർക്കും എല്ലാവർക്കും ഓതാനും മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മള് ദിവസേന ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ സൽക്കർമ്മങ്ങളുടെ ഏടില് ഒരു കർമ്മം കൂടി അധികരിച്ചു. അൽഹംദുലില്ലാഹ്, അത്രേ ഉള്ളൂ. നമുക്ക് എത്രത്തോളം നേടാൻ കഴിയും അത്രത്തോളം നേടാം അല്ലെ. ഏത് സമയത്താ നമ്മൾ ഇവിടുന്ന് പോകേണ്ടി വരാൻ നമുക്ക് അറിയില്ല അല്ലെ. ഒരു ഉറപ്പും ഇല്ലാത്ത ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു മുൻകഴിഞ്ഞ സമുദായങ്ങൾ അള്ളാഹു തആല നശിപ്പിച്ച കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലെ. ഒരു എന്താ പറയാ, നിമിഷ നേരം കൊണ്ട് ചില നാടുകൾ ഇല്ലാതായ ചരിത്രം നമ്മൾ പഴയകാല പ്രവാചകന്മാർക്ക് അള്ളാഹു തആല ആ ജനതകളിലെ അധികാരം പ്രവർത്തിച്ച സമയത്ത് അള്ളാഹുവിന്റെ ശിക്ഷ വന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നിപ്പോ അല്ലെ നമ്മൾ നേരിൽ കാണുന്ന ഒരു അവസ്ഥ. എന്നിട്ടും മനുഷ്യൻ എന്താകുന്നില്ല, ശരിയായ രീതിയിൽ ചിന്തിക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ കണ്ണീരൊലിപ്പിക്കും, വിലപിക്കുന്നുണ്ടാകും, അയ്യോ അല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടാവും. പക്ഷെ ജീവിതത്തിന്റെ നേർക്കാഴ്ചയിലേക്ക് വരുമ്പോൾ വീണ്ടും പഴയ അല്ലെ തിന്മകളും പിന്നെ തെറ്റുകുറ്റങ്ങളും ഒക്കെ കൊണ്ട് നടക്കുന്ന വല്ലാത്തൊരവസ്ഥ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ശരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ, നമ്മള് വാർത്തകളിൽ ഇങ്ങനെ കാണുന്നല്ലേ, എത്ര മരണസംഖ്യ എന്ന് പറയുന്നത് മൃതദേഹങ്ങൾ കിട്ടിയതിന്റെ കണക്കാണ് ഈ മരണസംഖ്യയായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷെ മണ്ണിനടിയിൽ ആഴ്ന്നു പോയ എത്രയോ മൃതശരീരങ്ങളിലെ എത്രയോ ആൾക്കാർക്ക് ഇപ്പോഴും ബോഡി കിട്ടിയിട്ടില്ല, ആളെയും കിട്ടിയിട്ടില്ല. അങ്ങനെ എന്താല്ലേ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ആ കുടുംബങ്ങൾക്ക് അള്ളാഹു ക്ഷമ നൽകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗ പൂങ്കാവനത്തിൽ അള്ളാഹു ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ശരിക്കും ചിന്തിക്കുമ്പോ അവർ കിടന്നുറങ്ങുന്ന ആ രാത്രിയിലെ അവർ ആലോചിച്ചിട്ടുണ്ടാവോ ഞാൻ ഇന്ന് നേരം വെളുക്കുമോന്നുള്ളത്. കുറെ ആൾക്കാർ മുൻകരുതൽ എന്നോളം നേരത്തെ അവിടെ നിന്ന് മാറി താമസിച്ചവരുണ്ട്. പെട്ടെന്ന് വെള്ളം ആദ്യമത്തെ ഇതിൽ തന്നെ മാറിപ്പോയവരുണ്ട്. അവര് ചിന്തിക്കും മറ്റേവരും കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ അല്ലെ, ഞങ്ങളുടെ കൂടെ അവരും വന്നിരുന്നെങ്കിൽ മാറി വന്നിട്ടുണ്ടെങ്കിൽ എത്ര അവര് രക്ഷപ്പെടുമായിരുന്നു. ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടാവും അല്ലെ.
കണ്ണുകൊണ്ട് മുമ്പിൽ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ വെള്ളത്തിലേക്കും ചെളിയിലേക്കും ആഴ്ന്നു പോകുന്ന മരണം നേരിൽ കണ്ട് അനുഭവിച്ച കുറെ പേരുടെ അനുഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ വല്ലാതെ സങ്കടം, നമുക്കിങ്ങനെ നമ്മളിങ്ങനെ കരഞ്ഞു ദുആ ചെയ്യുന്നുണ്ട് അല്ലെ. പക്ഷെ എന്നിട്ടും നമ്മളെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതായത് ഈ ഒരു നേർക്കാഴ്ച നമ്മുടെ മുമ്പിൽ കാണുന്നല്ലേ, സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നമ്മളെന്താ നാളേക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത്? ഒരു നിമിഷം നമുക്കൊരു സെക്കൻഡ് കിട്ടുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പിന്നെയും ഈ ദുനിയാവിന്റെ കാര്യങ്ങളിൽ ഇങ്ങനെ വ്യാപൃതമായിട്ട് അതിൽ കുടുങ്ങി കറങ്ങി കിടക്കുകയാണോ? അതല്ല നമുക്ക് നമ്മൾ മാറണം എന്ന് ചിന്തിക്കുകയും മാറ്റങ്ങൾ കൊണ്ടുവരികയും ജീവിതത്തിലെ അമല സ്വാലിഹാത്തുകൾ അധികരിപ്പിക്കുകയും ചെയ്യുന്നുണ്ടോ? ഓരോരുത്തരും സ്വന്തത്തോട് തന്നെ അത് ചോദിച്ചാൽ മതി. ഒരു ഫർള് നമസ്കരിക്കുമ്പോൾ നമുക്ക് അതിന് മുന്നേയും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിക്കണം എന്നുള്ള ചിന്ത വരുന്നുണ്ടോ? ചെയ്യുന്നുണ്ടോ? അല്ലെ, ഒരു ഖുർആനിന്റെ പേജുകൾ എടുത്ത് കുറച്ച് സമയം ഖുർആൻ ഓതാം. ഇന്ന് രാത്രി കിടന്നുറങ്ങി ഞാൻ നാളെ രാവിലെ ആകുമ്പോഴേക്കും ഞാൻ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്റെ അല്ലെ ഒരു അമൽ സാലിഹാത്തിന്റെ ഏടിൽ ഒരു കർമ്മം കൂടി കിടക്കട്ടെ എന്ന് ചിന്തിച്ചിട്ട് ഒരു സൽക്കർമ്മം അധികരിപ്പിക്കുക എന്നുള്ള ഒരു ചിന്ത നമുക്ക് ഓരോരുത്തർക്കും വന്നിട്ടുണ്ടെങ്കിൽ ഓരോ ദുരന്തങ്ങളും നമുക്ക് പാഠമാകണം അല്ലെ. ശരിക്കും ചിന്തിച്ചാല് പിന്നെ നമ്മള് ഒരു പ്രദേശം തന്നെ അവിടെ ഇല്ലാതായ ഒരു അവസ്ഥയാണ് അല്ലെ. വലിയ വലിയ ഇരുനില വീടുകൾ പോലും തകർന്ന് മണ്ണിനടിയിലേക്കായ ഒരു കാഴ്ച നമ്മൾ കാണുമ്പോ വലിയ കൂറ്റൻ പാറക്കെട്ടുകളാണ് വന്ന് അടിഞ്ഞെടു കിടക്കുന്നില്ലേ. കുഞ്ഞു ചെരൽക്കല്ലുകൾ അല്ല, വലിയ പാറകള്. അത് ആ മലമുകളിൽ നിന്ന് അത് പൊട്ടിച്ച് താഴെ അതിനു വേണ്ടിയിട്ട് മനുഷ്യൻ എത്ര അധ്വാനിക്കണം. പക്ഷെ ഇത് സംഭവിച്ചത് നിമിഷ നേരങ്ങൾ കൊണ്ടാണ് അല്ലെ. വലിയ വലിയ കൂറ്റൻ പാറക്കെട്ടുകൾ അവിടേക്ക് വീണ് കിടക്കുന്ന ആ ഒരു കാഴ്ച ശരിക്കും അവിടെ ഒരുപാട് വീടുകൾ കടന്നിരുന്ന സ്ഥലങ്ങളാണ് പറയുന്നത്. അവിടെയാണ് ഇന്ന് ഒന്നുമല്ലാതെ വെറും കുറെ മണ്ണും ചെളിയും കുറെ പാറകൾ അല്ലെ. ഒരു പാറ പൊട്ടിച്ച് ഓരോ ഭാഗത്തേക്ക് എത്തിക്കണമെങ്കിൽ മനുഷ്യൻ എത്ര അധ്വാനിക്കണം. പക്ഷെ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതും വെള്ളം അല്ലെ, ശക്തമായ വെള്ളത്തിന്റെ ആ കുത്തൊഴുക്കിലാണ് ഇതൊക്കെ സംഭവിച്ചത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇപ്പൊ നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ സേഫ് ആണ്, ഇവിടെ ഒന്നും മലകളില്ല ഇല്ലേ, പിന്നെ അധികം താഴ്ന്ന പ്രദേശങ്ങളൊന്നും അല്ല, അതുകൊണ്ട് നമ്മളൊക്കെ സേഫ് ആണ് നമ്മൾ വിചാരിക്കും. പക്ഷെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അല്ലെ, അള്ളാഹുവിന്റെ ശിക്ഷ അല്ലെങ്കിൽ അള്ളാഹിന്റെ പരീക്ഷണം വന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് എവിടെയാണെങ്കിലും വരാം. നമ്മൾ വിചാരിക്കണ്ട അല്ലെ, ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയാൻ അള്ളാഹ്ക്ക് ഒരു നിമിഷം, ഒരു സെക്കൻഡിന്റെ വളരെ കുറഞ്ഞ മില്ലി സെക്കൻഡുകളൊക്കെ മാത്രം മതി. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. അപ്പൊ നമ്മൾ ഇത്തരം പിന്നെ കാഴ്ചകളൊക്കെ നമ്മളെ ജീവിതത്തിലേക്ക് നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ളതാക്കി കൊണ്ടുവരണം. നമ്മൾ മാറണം, മാറി ചിന്തിക്കണം. ചിന്തിച്ച് നമ്മളെ പ്രവർത്തനങ്ങൾ നമ്മൾ നന്നാക്കണം അല്ലെ. ശരിക്കും പിന്നെ ഓരോ ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളും പറയുന്ന എന്താണ്, മരണം എന്ന് പറയുന്നത് പിന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലെ പ്രയാസങ്ങളിൽ നിന്നുള്ള ആശ്വാസമാണെന്ന് പറയുന്നുണ്ട് അല്ലെ. എന്നാല് പിന്നെ ഈ ദുനിയാവിൽ വരുന്ന ഒരുപാട് പരീക്ഷണങ്ങൾ ഇതൊക്കെ മനുഷ്യന്റെ കർമ്മഫലമായിട്ടാണ് സംഭവിക്കുന്നതും പറയപ്പെടുന്നുണ്ട്. അത് ഇന്നാള് ചെയ്തുകൊണ്ടല്ല, പിന്നെ ഓരോരുത്തരുടെ കർമ്മഫലങ്ങളുടെ പിന്നെ അനന്തര ഫലമായിട്ട് എല്ലാവരും കൂടെ അതങ്ങ് അനുഭവിക്കുന്നത്. പക്ഷെ ഈ ശിക്ഷയിൽ നിന്നൊക്കെ നമുക്ക് അല്ലാഹു തആല രക്ഷ നൽകാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞത് എന്താണെന്നറിയോ? ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാനാണ് അല്ലെ. ധാരാളമായിട്ട് നമ്മൾ എന്താക്കാം, ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചു കൊണ്ടേയിരിക്കാം. ധാരാളമായി മനസ്സറിഞ്ഞ്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ വന്ന വീഴ്ചകൾ, പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണേ അല്ലാഹുവേ എന്നുള്ള ആത്മാർത്ഥമായ പശ്ചാത്താപം, ഇസ്തിഗ്ഫാർ അള്ളാഹുലേക്ക് നമ്മൾ തിരിയണം. ധാരാളമായി ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചു കൊണ്ടേയിരിക്കാം. അള്ളാഹു എല്ലാവിധ പരീക്ഷണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരും കാത്തു രക്ഷിക്കട്ടെ. പരീക്ഷണങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു അവർക്ക് സമാധാനവും പെട്ടെന്ന് തന്നെ അവർക്ക് സാധാരണഗതിയിലുള്ള ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും അള്ളാഹു ഒരുക്കി കൊടുക്കട്ടെ. ആമീൻ. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ചില ഇങ്ങനെ കാഴ്ചകൾ കാണുമ്പോൾ ശരിക്കും എന്താ പ്രാർത്ഥിക്കണ്ടേന്ന് പോലും മനസ്സിലാകാത്ത ഒരു വല്ലാത്തൊരു അവസ്ഥ അല്ലെ. സുബ്ഹാനല്ലാഹ്, ഞാനിങ്ങനെ ചിന്തിച്ച് റബ്ബേ എന്താ ഞാൻ പ്രാർത്ഥിക്കണ്ടേ അള്ളാഹുവേ.
നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി നമുക്ക് പ്രാർത്ഥനയാണല്ലോ. പിന്നെ അൽഹംദുലില്ലാ സഹായങ്ങളൊക്കെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറഞ്ഞ പോലെ നമ്മളും എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യേണ്ടവരാണ്. എന്തായാലും മരണം എന്നുള്ള ആ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലേക്കും എത്തും. എന്തായാലും ഉറപ്പാണത്. അതിൽ ആർക്കും സംശയമില്ല. എങ്ങനെയെന്നുള്ളത് മാത്രമേ നമുക്ക് സംശയമുള്ളൂ. എപ്പോൾ എന്നുള്ളത് കാര്യത്തിൽ നമുക്ക് അറിയാത്തതുള്ളൂ. അപ്പൊ നമ്മൾ എന്താക്കുക, ഒരുങ്ങാം. നല്ലൊരു മുന്നൊരുക്കം എല്ലാ നിലക്കും നടത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പൊ നമുക്ക് സൂറത്ത് സുമറിലേക്ക് കടക്കാം. നമ്മള് 37 വരെയാണ് പറഞ്ഞു നിർത്തിയത്. 36-ാമത്തെ ആയത്ത് മുതൽ ഒന്നും കൂടി നമുക്ക് ഓതിയിട്ട് പോകാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أليس الله بكاف عبده ويخوفونك بالذين من دونه ومن يضلل الله فما له من هاد ومن يهد الله فما له من مضل أليس الله بعزيز ذي انتقام ولئن سألتهم من خلق السماوات والأرض ليقولن الله قل أفرأيتم ما تدعون من دون الله قل أفرأيتم ما تدعون من دون الله إن أرادني الله بضر هل هن كاشفات ضره أو أرادني برحمة هل هن ممسكات رحمته قل حسبي الله عليه يتوكل المتوكلون. നമ്മൾ മിഞ്ഞാന്ന് സുഹൃത്ത് ആലിമ്രാൻ എടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോ ഈ ആയത്തുകൾ നമ്മൾ ഓതിയിട്ടുണ്ടായിരുന്നു അല്ലെ. അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, അള്ളാഹുവിന്റെ അടിമക്ക് അള്ളാഹു പോരെ അല്ലെ, അള്ളാഹു മതിയായവനല്ലേ. ശരിക്കും മതി അല്ലെ, നമുക്ക് ഹസ്ബി അള്ളാഹ്, നമുക്ക് അള്ളാഹു മതി എന്ന രീതിയിലേക്ക് നമ്മൾ ആവണം. നമുക്ക് അള്ളാഹു മാത്രം മതി എന്നുള്ള രീതിയിൽ. ശരിക്കും നമ്മള് ഈ ദുനിയാവിലെ ഓരോരോ പരീക്ഷണങ്ങള് അനുഭവിക്കുമ്പോഴും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഈ ദുനിയാവിന്റെ നിസ്സാരതയാ ബോധ്യപ്പെടുത്തുന്നത്. നമ്മൾ എന്തിനാ പ്രയാസപ്പെടുന്നത് അല്ലെ, നമ്മൾ എന്തിനാ വിഷമിക്കുന്നത്? ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും കൽപ്പിക്കാത്ത ഈ ദുനിയാവിന്റെ പരീക്ഷണങ്ങളിൽ, പ്രയാസങ്ങളിൽ നമ്മൾ എന്തിന് സങ്കടപ്പെടണം? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, എല്ലാ അവസ്ഥയിലും അൽഹംദുലില്ലാ, അള്ളാഹ്ക്ക് സ്തുതി. അള്ളാഹിനെ തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവണം അല്ലെ, തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം. സന്തോഷത്തോടെ അല്ലെ, തൃപ്തിയോട് കൂടിയിട്ട് തന്നെ അള്ളാഹ് തരുന്ന ഏതൊരു വിധിയിലും അൽഹംദുലില്ലാ എന്നുള്ള ഒരു സമാധാനം നമുക്ക് ഉണ്ടാകണം. കാരണം എന്താ അറിയോ, ഇവിടെ നമ്മൾ എന്ത് കഷ്ടപ്പാട്, പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ, രോഗങ്ങൾ എന്തെല്ലാം നമ്മൾ അനുഭവിച്ചാലും നാളെ അതിനൊക്കെ പകരമായിട്ട് അള്ളാഹു തരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ, പരലോകത്ത്. അപ്പൊ അവിടെ നമ്മൾ എന്താകണം? സുരക്ഷിതരാകണം. ആ ലോകത്ത്, ആ ജീവിതത്തിൽ മരിച്ചു കഴിഞ്ഞാലുള്ള നമ്മളെ ജീവിതം എന്ന് പറയുന്നത് അവസാനിക്കാത്ത ഒരു ലോകമാണ് അല്ലെ. അവിടെ എന്തില്ല, പിന്നെ ഒരു അവസാനം ഇല്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ കാലാകാലത്തെ ആ ജീവിതത്തിൽ നമുക്ക് എന്ത് കിട്ടണം? നമുക്ക് സ്വർഗം കിട്ടണം. സ്വർഗത്തിലെ സുഖാനുഗ്രഹങ്ങൾ അനുഭവിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാല് പിന്നെ നമുക്ക് അല്ലെ, അതിൽ നിന്ന് പിന്നൊരു മാറ്റമേ ഇല്ല. അതിൽ തന്നെ കൂടുതൽ കൂടുതൽ സുഖങ്ങളിലേക്ക് അള്ളാഹു തആല നമ്മളെ ആസ്വദിപ്പിച്ചു കൊണ്ടേയിരിക്കും എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ ഒരു ലോകത്തിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ അള്ളാഹു തആല ഈ ദുനിയാവിലേക്ക് അയച്ചത് അല്ലെ. ഈ ദുനിയാവില് അള്ളാഹ്ക്ക് വേണ്ടി മാത്രം. അതാണ് ഈ സൂറത്തിന്റെ തുടക്കം മുതല് അള്ളാഹു അല്ലെ ഇഖ്ലാസോട് കൂടി അള്ളാഹുവിന് വേണ്ടി, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം എന്നുള്ള രീതിയിൽ തന്നെ നമ്മളെ കർമ്മങ്ങളെ നന്നാക്കാൻ അള്ളാഹു തആല നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലെ. എല്ലാ ഓരോ പേജിലും എന്ന് പറഞ്ഞ പോലെ അള്ളാഹു തആല അവന്റെ ഏകത്വത്തെ സ്ഥാപിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയിച്ചു തന്നു. എന്നിട്ട് എല്ലാം പറഞ്ഞു തന്നിട്ട് അള്ളാഹു തആല നമ്മളോട് ചോദിക്കുകയാണ് അല്ലെ,
അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹ്, തന്റെ അടിയാന് അള്ളാഹു മതിയായവനല്ലേ? എന്നാൽ വയുഖവ്വിഫൂനക ബില്ലദീന മിൻ ദൂനിഹി, അവന് പുറമേയുള്ള ആളുകൾ ഉണ്ടാക്കുന്ന നിന്നെ ഭയപ്പെടുത്തുന്നു എന്നാ പറയുന്നത്. വമൻ യുദ്ലില്ലാഹു ഫമാ ലഹു മിൻ ഹാദ്, ആരെങ്കിലും അള്ളാഹു വഴിവേവിലാക്കുന്നതായാൽ ഫമാ ലഹു മിൻ ഹാദ്, അവന് വഴികാട്ടിയായിട്ട് ആരുണ്ടാവും ചെയ്യില്ല എന്ന് പറയുന്നത് അല്ലെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അള്ളാഹു ഹിദായത്ത് നൽകുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ. ഇപ്പൊ അൽഹംദുലില്ലാ നമ്മൾ ഓരോരുത്തരും അള്ളാഹു തആല നമുക്ക് ഹിദായത്തിന്റെ വഴി തുറന്ന് തന്നിട്ടുണ്ട് ല്ലേ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അറിവ് നേടാനുള്ള അവസരം എന്ന് പറയുന്നത് എന്താണ്? സ്വർഗത്തിലേക്കുള്ള ഒരു വഴിയാണ് അല്ലെ. സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുന്ന കാര്യമാണ് എന്ത്? ഇൽമ അന്വേഷിക്കുക, ഇൽമ പഠിക്കുക എന്നുള്ളത്. അപ്പൊ നമുക്ക് അള്ളാഹു ഹിദായത്തിന്റെ മാർഗമാണ് തുറന്നു തന്നിട്ടുള്ളത്. അൽഹംദുലില്ലാ അല്ലെ. അറിവിന്റെ വഴിയിൽ നമുക്ക് തുറന്നു തന്നു. പിന്നെ നമ്മൾ ഇനി എന്താ ചെയ്യാനുള്ളത്? ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാല് ആ അറിവിന്റെ വഴി ആ ഇൽമ നേടാനുള്ള അവസരങ്ങൾ, അതിലൂടെയുള്ള സൽക്കർമ്മങ്ങൾ അത് നിലനിർത്തി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നമുക്ക് ഇത് നിലനിർത്തി കിട്ടണേ എന്നുള്ള പ്രാർത്ഥന. കാരണം ഇത് ഏറ്റവും വലിയ ഖൈറാണല്ലോ അല്ലെ. ഒരു ഇൽമ് നേടാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടി. വമൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ എന്നാ പറഞ്ഞല്ലേ. ഒരാൾക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചെങ്കിൽ അവനക്ക് ഇൽമിന്റെ വഴിയല്ലേ അള്ളാഹു എന്താണ് അറിവ് നേടാനുള്ള ഇത് അവസരങ്ങൾ അള്ളാഹു ഉണ്ടാക്കി കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അൽഹംദുലില്ലാ നമ്മളെ അള്ളാഹു ഹിദായത്തിന്റെ മാർഗത്തിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താക്കണം? നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം. എന്ത്? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. എപ്പോഴും പ്രാർത്ഥിക്കണം. അള്ളാഹു നമുക്ക് ഹിദായത്ത് തന്നില്ലേ. ഈ പ്രാർത്ഥന സൂറത്തു ആല ഇമ്രാനിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അവിടെ അത് ആരുടെ പ്രാർത്ഥനയായിട്ടാണ് തആല നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്? അള്ളാഹിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, അറിവിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളുടെ പ്രാർത്ഥനയാണ് അല്ലെ. വറാസിഖൂന ഫിൽ ഇൽമി, അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന ആളുകളുടെ പ്രാർത്ഥനയാണ് എന്ത്? റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അല്ലാഹുവേ, ഞങ്ങളെ ഹൃദയങ്ങൾ ഹിദായത്ത് നൽകിയതിനു ശേഷം നീ വഴിപിഴവിലാക്കല്ലേ അല്ലാ. ഹിദായത്താകുന്ന സന്മാർഗം നമുക്ക് ലഭിച്ചിട്ട് ഈ ദീനിന്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരു അവസ്ഥ വരാന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ നഷ്ടാണ് അല്ലെ. എപ്പോഴും പ്രാർത്ഥിക്കണം. അതുപോലെ അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് തബ്ബിത് ഖുലൂബനാ അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റി മറിക്കുന്നവനെ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. ഉറപ്പ് ഇല്ലെ, ഇസ്തിഖാമത്ത്, അത് അള്ളാന്റെ അടുത്ത് നമുക്ക് കിട്ടേണ്ടതാ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. എപ്പോഴും മനസ്സറിഞ്ഞ് തന്നെ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോ അത് ഓർത്തിട്ട് തന്നെ ദുആ ചെയ്യാം. ഓരോ ആയത്തുകളും നമ്മൾ പഠിച്ചല്ലേ. അൽഹംദുലില്ലാ. ഓരോന്നും പറയുമ്പോ റബ്ബ് എന്താണ് നമ്മളോട് മറുപടി പറയുന്നത് ഒക്കെ ഓർത്തിട്ട് തന്നെ എല്ലാ നിസ്കാരങ്ങളും, എല്ലാ ഫർളും സുന്നത്തും എല്ലാം റഹ്മാനായ റബ്ബിനെ മുന്നിൽ കണ്ടിട്ട് അള്ളാഹ് നമ്മൾ പറയുമ്പോ അതിന് മറുപടി പറയുന്നുണ്ട് എന്നുള്ള ഓർമ്മയോടെ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹയും മറ്റ് എല്ലാം തന്നെ ചൊല്ലാനും ഓതാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോഴൊക്കെ അങ്ങനൊക്കെ ചിന്തിച്ച് കുറച്ച് ആലോചിച്ച് ചെയ്യുമ്പോ ഇത്തിരിയെങ്കിലും നമുക്ക് ഖുശൂ അവിടെ ഫീൽ ചെയ്യും ല്ലേ. അപ്പം അപ്പൊ നമുക്ക് അള്ളാഹ് പോരെ എന്നാ ചോദിക്കുന്നത് അല്ലെ. അള്ളാഹ് മതി. നമ്മള് ചുറ്റുമുള്ള വേറെ എങ്ങനെ നമ്മളെ ഭയപ്പെടുത്തിയാലും ഒരു തരത്തിലും നമ്മളെ വിശ്വാസം നമ്മൾ എന്താകാൻ പാടില്ല, തെറ്റിപ്പോകാൻ പാടില്ല അല്ലെ. വമൻ യഹ്ദില്ലാഹു ഫമാ ലഹു മിൻ മുദിൽ, യാതൊരുവന് അള്ളാഹു മാർഗദർശനം നൽകുന്നുവോ അവനെ വഴിപിഴപ്പിക്കുന്ന ഒരുവനുമില്ല. അലൈസല്ലാഹു ബിഅസീസിൻ ദിൻതിഖാം, അള്ളാഹു ശിക്ഷാ നടപടി എടുക്കുന്നവനായ പ്രതാപശാലിയല്ലോ. അള്ളാഹു ശിക്ഷാ നടപടി എടുക്കുന്ന കാര്യത്തിലും അള്ളാഹു എന്താണ്? പ്രതാപശാലിയാണ്. ശിക്ഷയും വരാം അല്ലെ, രക്ഷയും ഉണ്ടാകും. എന്നാ നമ്മൾ ഓരോരുത്തരും അള്ളാഹു നൽകിയ ഈ ഹിദായത്താകുന്ന ഈ സന്മാർഗത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ നിരന്തരം അതിനു വേണ്ടിയിട്ട് തന്നെ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കാം. നമ്മളെ ഹൃദയം എപ്പോഴും നല്ല ലോലമാകണം എന്നാ പറയുന്നത്.
നല്ല ഒരു എന്താ പറയാ എല്ലാരോടും അനുകമ്പയുള്ള സ്നേഹമുള്ള വിട്ടുവീഴ്ചയുള്ള നല്ലൊരു മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറണം എന്ന് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് അള്ളാഹു നമ്മളെ ഹിക്കമത്തോടു കൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള തൗഫീഖ് നൽകും എന്ന് പറയുന്നത്. നമ്മള് ഹൃദയം കടുത്തു പോകുമ്പോ നമുക്ക് ശരിയായ ചിന്തയും ഇതൊന്നും കിട്ടൂല. പക്ഷെ ചില കാര്യങ്ങള് ചിലരോട് ചില വിഷയത്തിൽ നമ്മൾ എന്താകണം, അത് ഹാർഡ് ആകന്നെ വേണം അല്ലെ. അമ്രും ബിൽ മഅറൂഫി വ നഹ്യും അനിൽ മുൻകർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്മ കൽപ്പിക്കുന്നിടത്ത് നമ്മൾ സോഫ്റ്റ് ആകാ, തിന്മ വിരോധിക്കുന്നിടത്ത് കുറച്ച് ഹാർഡ് ആകേണ്ടി വരും അല്ലെ. ചില വിഷയങ്ങളിൽ ചില സമയത്ത് ചില സന്ദർഭങ്ങളിൽ നമ്മൾക്ക് അത് കടുത്ത തീരുമാനങ്ങൾ നമ്മൾ എടുത്തേ പറ്റൂ. അപ്പോ നമ്മൾ എല്ലാ നിലക്കും നമ്മൾ എന്താണ് നല്ല റഫീഖ് ആകണം എന്ന് പറയുന്നത്, റിഫ്ഖ് ഉണ്ടാകണം എന്ന് പറയുന്നത് നമ്മളെ ഹൃദയത്തില്. അപ്പോ പിന്നെ പറഞ്ഞു വന്നത് എന്താ വെച്ചാല് അറിവിന്റെ വഴി നമുക്ക് അള്ളാഹു തആല തുറന്നു തന്നിട്ടുണ്ടെങ്കിൽ അത് നിലനിർത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഇസ്തിഖാമത്തോടു കൂടി അതിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖിന് വേണ്ടി നമ്മൾ എപ്പോഴും എന്താക്കാം, അള്ളാഹിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കാം. മമൻ യഹ്ദില്ലാഹു ഫമാ ലഹു മിൻ മുദിൽ അലൈസ അല്ലാഹു ബിഅസീസിൻ ദിൻതിഖാം. ശിക്ഷാ നടപടി എടുക്കുന്നവനായ അള്ളാഹു അല്ലെ പ്രതാപശാലി അല്ലയോ. എന്നിട്ട് അള്ളാഹു തആല അടുത്ത ആയത്തിൽ എന്താ പറയുന്ന അറിയോ, വലഇൻ സഅൽതഹും, ഇനി അവരോട് നീ ചോദിച്ചു നോക്ക്. ചോദിച്ചാല് എന്താ ചോദിക്കേണ്ടതെന്നറിയോ, മൻ ഖലഖസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, അവര് പറയും അള്ളാഹുവാണ് എന്ന്. സുബ്ഹാനല്ലാഹ്. ഖുൽ, എന്നാൽ പറയുക, അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ കണ്ടുവോ? എന്താണ്, ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ, അള്ളാഹു വല്ല ഉപദ്രവത്തെയും ഉദ്ദേശിച്ചാൽ, എനിക്ക് എന്തെങ്കിലും ഒരു ദുർറ് അള്ളാഹു ഉദ്ദേശിച്ചാൽ, ഹൽ ഹുന്ന കാശിഫാത്തു ദുർരി, ഈ പറഞ്ഞ അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചവരൊക്കെ അത് ആ ഉപദ്രവത്തെ നീക്കിക്കളയാൻ കഴിയുന്നവയാണോ അവ? അല്ലെങ്കിൽ അതല്ലെങ്കിൽ അറാദനി ബിറഹ്മത്തിൻ, അള്ളാഹു എനിക്ക് വല്ല കാരുണ്യത്തെയും ഉദ്ദേശിച്ചാൽ, ഹൽ ഹുന്ന മുംസികാതു റഹ്മത്തിഹി, അള്ളാഹുവിന്റെ കാരുണ്യം പിടിച്ചു വെക്കുന്നവയാണോ അവ? പറ, ചോദ്യാണ് അല്ലെ. ശരിക്കും ഈ ഒരു ചോദ്യം മക്കാ മുശ്രിക്കീങ്ങളോട് ഫസ്റ്റത്തെ ആ ചോദ്യം, അതായത് മൻ ഖലഖസ് സമാവാതി വൽ അർദ്, മക്കാ മുശ്രിക്കീങ്ങളോട് ചോദിച്ചാൽ അവർ പറയും എന്ത്, ലയഖൂലുന്നല്ലാഹ്, ആകാശവും ഭൂമിയും എല്ലാം സൃഷ്ടിച്ചതും മഴ പെയ്യിക്കുന്നതും നമുക്ക് വേണ്ട എല്ലാ റിസ്ക്കും എല്ലാം ചെയ്യുന്ന അല്ലെ മുദബ്ബിറുൽ ആലം അള്ളാഹുവാണല്ലേ. പക്ഷെ നമ്മുടെ എന്താ പറയാ ദുർബലരായ നമ്മുടെ സമൂഹത്തിൽപ്പെട്ട തന്നെ നമ്മുടെ സമുദായത്തിൽപ്പെട്ട എന്നുള്ള ചില ആളുകള് തെറ്റായ രീതിയിൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്നുണ്ടല്ലേ. അള്ളാഹു അവർക്ക് മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇന്ന ആളാണ് പിന്നെ മുദബ്ബിറുൽ ആലം എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റായ രീതിയിൽ ശരിക്കും അള്ളാഹു അവര് ഇപ്പൊ നമ്മൾ ഈ സൂറത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ, ലിയഖരിബൂന ഇലല്ലാഹി സുൽഫാ എന്നുള്ളത്, അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ഒരു ഇടയാളന്മാരായിക്കൊണ്ടാണ് ഇങ്ങനെയുള്ളവരെ സ്വീകരിക്കുന്നത് എന്നുള്ളത്. അതിന്റെ ആവശ്യമില്ല എന്നാണ് ഇവിടെ പറഞ്ഞത് അല്ലെ. ശരിക്കും അതിന്റെ ആവശ്യമുണ്ടോ? അള്ളാഹുവിലേക്ക് നമുക്ക് ഡയറക്റ്റ് നമ്മൾ വിളിച്ചാൽ അള്ളാഹ് കേൾക്കൂലേ? അള്ളാഹിന്റെ അടുത്തേക്ക് ഇടയാളന്മാർ ആവശ്യമുണ്ടോ? അതിനെക്കുറിച്ച് നല്ല ചർച്ചയും കാര്യങ്ങളൊക്കെ ഈ അടുത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. എന്നിട്ടും കാര്യങ്ങളെ മനസ്സിലാക്കാത്ത എത്ര ആൾക്കാരാണല്ലേ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മളെ വിളിച്ച അള്ളാഹ് ഉത്തരം തരാന്ന് പറഞ്ഞിട്ട് റെഡിയായി നിൽക്കുന്ന ആ ഒരു സമയം അല്ലെ, പ്രാർത്ഥനക്ക് സ്വീകാര്യതയുള്ള ഒരുപാട് സമയങ്ങൾ, ഏത് സമയത്ത് വിളിച്ചാൽ അള്ളാഹു കേൾക്കും, കേൾക്കാതിരിക്കൂല അല്ലെ. ചില സമയത്തിന് പ്രത്യേകത പറഞ്ഞതാ. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ പ്രത്യേകം നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമ്മൾ അത്യാവശ്യങ്ങള് ആ സമയങ്ങളിൽ നമ്മൾ പ്രത്യേകം എടുത്ത് പറഞ്ഞ ദുആ ചെയ്യുക. അപ്പൊ അവർക്ക് ആ ഒരു വിശ്വാസം ഉണ്ട്. പക്ഷെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ സമുദായത്തിൽപ്പെട്ട ചില വിഭാഗക്കാർക്ക് പോലും ഈ ഒരു കാര്യത്തിൽ ഇപ്പോഴും അവർ ഭയങ്കരമായ ശിർക്ക് വെച്ച് പുലർത്തിക്കൊണ്ടു പോവുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. മനസ്സിലാക്കിയിട്ട് ആ തിന്മകളിൽ നിന്ന് മാറി യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ഏകനായ അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്തുകൊണ്ട് നല്ല മുവഹിദായിട്ട് ഈ ദുനിയാവിൽ ജീവിച്ചു മരിക്കാൻ അള്ളാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ.
ഹൃദയത്തിലേക്ക് അള്ളാഹുലെ അഫമൻ ഷറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരി മിൻ റബ്ബിഹി നമ്മൾ ഈ സൂറത്തിലാ പഠിച്ചത്. അള്ളാഹു ഹൃദയങ്ങൾക്ക് വിശാലത നൽകട്ടെ, അള്ളാഹിന്റെ വെളിച്ചം കയറാൻ, അള്ളാഹിന്റെ വെളിച്ചം പ്രവേശിക്കുന്ന രീതിയിൽ എല്ലാ ഹൃദയങ്ങൾക്കും അള്ളാഹു വിശാലത നൽകട്ടെ. കാര്യങ്ങളിലെ ഒരു തെറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും സംഭവിക്കും. പക്ഷെ ആ തെറ്റിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഭയങ്കരമായ ഗുരുതരമായ അവസ്ഥ എന്ന് പറയുന്നത്. തിന്മകളിൽ നിന്നും എന്താകണം? മനുഷ്യർ മാറണം, അല്ലെ? അള്ളാഹു നമുക്ക് വലിയൊരു ശിക്ഷ വരുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ശിക്ഷകൾ തരും, ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ തരും. നമ്മളൊന്ന് തിരിഞ്ഞു നോക്കാല്ല അല്ലഹും യർജിഊൻ, ഒന്ന് അള്ളാഹിലേക്ക് മടങ്ങാൻ, അള്ളാഹുലേക്ക് ഒന്ന് തിരിയാൻ അള്ളാഹു നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ തരും. പക്ഷെ എന്നാലും അള്ളാഹുലേക്ക് തിരിയാതെ അള്ളാഹു അല്ലാത്തവരിലേക്ക് പോകുന്ന വല്ലാത്തൊരു ദുരവസ്ഥ നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് ഉൾക്കൊള്ളാനുള്ള ഹൃദയവിശാലത എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹിന്റെ ഹിദായത്തിന്റെ വഴിയിൽ സഞ്ചരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പം അവരോട് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹ്, അല്ലെ? എന്നിട്ട് പിന്നെ അവരോട് പറയുന്ന എന്നാ നിങ്ങള് നിങ്ങൾ അള്ളാഹുവിന് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളെ കുറിച്ച്, അല്ലെ? അവരുടെ കാര്യം എന്താ നിങ്ങൾ പറ. എന്നിട്ട് ചോദിക്കാൻ അള്ളാഹു എനിക്കൊരു ബുദ്ധിമുട്ട് ഉദ്ദേശിച്ച്, അപ്പൊ അവർക്കത് തടയാൻ കഴിയോ? ആ ഉപദ്രവത്തെ നീക്കാൻ കഴിയോ? അതാണ് അള്ളാഹ് ചോദിക്കുന്നത്. ഇനി അള്ളാഹു എനിക്കൊരു കാരുണ്യം ചെയ്യണം ഉദ്ദേശിച്ച്, അത് തടയാൻ അവർക്ക് കഴിയോ? അതും കഴിയൂല. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണെങ്കിൽ അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹ, തന്റെ അടിമക്ക് അള്ളാഹു പോരെ? അള്ളാഹു മതിയായവനല്ലേ? അല്ലേ? ഹസ്ബി അല്ലാഹ്, അതാ പറയുന്നു ഖുൽ ഹസ്ബി അല്ലാഹ്. അതുകൊണ്ട് നീ പറയുക എനിക്കെന്റെ റബ്ബ് മതി, എന്റെ അള്ളാഹു മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, അവനിൽ ഭരമേൽപ്പിക്കുന്നവർ അവന്റെ മേൽ തന്നെ ഭരമേൽപ്പിക്കുന്നതാണ്. നമ്മളെല്ലാം, അല്ലെ, തവക്കുൽ എന്ന് പറയുന്നത് നമുക്ക് നല്ല രൂപത്തിൽ ഉണ്ടാകണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പറയുന്നത്, നീ അള്ളാഹുവിനെ കാത്തുകൊള്ളുക, അവൻ നിന്നെ കാക്കും. നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, നിന്റെ മുമ്പിൽ നിനക്ക് അള്ളാഹുവിനെ കണ്ടെത്താം. സന്തോഷവേളയിൽ നീ അള്ളാഹുവിലേക്ക് അന്വേഷിച്ചു ചെല്ലുക. കാഠിന്യത്തിന്റെ ഞെരുക്കത്തിന്റെ വേളയിൽ അവൻ നിന്നെ അറിഞ്ഞുകൊള്ളും, അറിഞ്ഞു സഹായിക്കും. നീ വല്ലതും ചോദിക്കുന്ന പക്ഷം അള്ളാഹുവിനോട് ചോദിക്കുക, നീ സഹായം തേടുന്ന പക്ഷം അള്ളാഹുവിനെ കൊണ്ട് സഹായം തേടുക. അറിയണം, അള്ളാഹു നിന്റെ പേരിൽ നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു ഉപദ്രവം നിനക്ക് ചെയ്യുവാനായി സമുദായം ഒരുമിച്ച് കൂടിയാലും അവർ നിനക്ക് യാതൊരു ഉപദ്രവം വരുത്തൂല. അള്ളാഹു നിന്റെ പേരിൽ നിശ്ചയിച്ചിട്ടില്ലാത്ത ഒരു ഉപകാരവും നിനക്ക് ചെയ്യുവാനായി സമുദായം ഒരുമിച്ച് ചേർന്നാലും അവർ നിനക്ക് യാതൊരു ഉപകാരവും ചെയ്യുകയില്ല. അല്ലാഹു അക്ബർ. എത്ര വ്യക്തമായിട്ടാണ് ഈ ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നിട്ടുള്ളത്. അള്ളാഹു ഉദ്ദേശിച്ചതിനപ്പുറത്തേക്ക് ചെയ്യാന് ഒരാൾക്കും കഴിയൂല. കാര്യങ്ങൾ ഭരമേൽപ്പിക്കാൻ അർഹതയുള്ളത് അള്ളാഹു മാത്രം. നമ്മൾ മറ്റുള്ളവരിലേക്ക് കാര്യങ്ങളെ ഏൽപ്പിക്കുന്നത് പൊട്ടത്തരം, ഒരു പ്രയോജനവും ഇല്ല. അള്ളാഹുവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാലോ പിന്നെ നമുക്ക് അതിന്റെ ഇടയിൽ വേറൊരാൾ ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മഴ ഇങ്ങനെ ശക്തിയായിക്കൊണ്ടിരിക്കുകയാണല്ലേ? പ്രാർത്ഥിക്കണേ. നമ്മളിപ്പോ വെള്ളമൊന്നും ഇല്ലാത്ത നല്ല ഏരിയയിലാണ് ഉള്ളത്. അൽഹംദുലില്ലാ, വെള്ളമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കരഞ്ഞു ദുആ ചെയ്യുന്നുണ്ടാവൂലേ? പഠിച്ചോനെ, വെള്ളം ഇങ്ങനെ കേറി വീടുകളിലേക്കൊക്കെ താഴ്ന്ന പ്രദേശങ്ങള് വെള്ളം കയറി ഒരു പ്രളയത്തിന്റെ ഒരു അവസ്ഥ അല്ലേ? സുബ്ഹാനല്ലാഹ്. ഡാമുകളും പുഴകളൊക്കെ നിറഞ്ഞു കവിയുമ്പോ നമുക്ക് പറയാൻ കഴിയൂല എന്താന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളത് നമുക്കറിയില്ല. പക്ഷെ പ്രാർത്ഥന കൊണ്ട് വിധിയെ പോലും മാറ്റാൻ കഴിയുന്ന പറഞ്ഞിട്ടുള്ളത്. പ്രാർത്ഥിക്ക, നമ്മളെ കാര്യം മാത്രം പ്രാർത്ഥിച്ചിട്ട് നിർത്തരുത്. എല്ലാ ഭാഗങ്ങളിലും പ്രയാസം അനുഭവിക്കുന്ന, മഴ മൂലം പ്രയാസം വരാൻ സാധ്യതയുള്ള ആൾക്കാരെയൊക്കെ നമ്മള് പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുക. അള്ളാഹുവേ, നീ പെയ്യുന്ന ഈ മഴ നീ ഉപകാരപ്രദമായ മഴയാക്കണേ അല്ലാ. മഴയില്ലാതെ വിഷമിക്കുന്ന, വെള്ളമില്ലാതെ പ്രയാസപ്പെടുന്ന നാടുകളിലേക്ക് ഈ മഴയെ നീ മാറ്റി എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ നീ ആക്കണേ റഹ്മാനെ. എല്ലാരും പ്രാർത്ഥിക്കാം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. മഴ, നല്ല ശക്തമായ മഴ പെയ്യുമ്പോൾ ഉള്ള പ്രാർത്ഥനക്ക് ഭയങ്കര സ്വീകാര്യത ഉണ്ട് എന്നാ, അല്ലെ? പ്രാർത്ഥനക്ക് ഉത്തരവ് ലഭിക്കുന്ന സന്ദർഭങ്ങൾ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിനും ഉപകാരപ്പെടുത്തുക, അതിനെ ഉപയോഗപ്പെടുത്തുക. നമ്മള് ഇതെല്ലാം കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ടല്ലേ അള്ളാഹിന്റെ അടുത്ത്. അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
അപ്പം അള്ളാഹുവിനെ സൂക്ഷിച്ചാല് അള്ളാഹു നമ്മളെ സൂക്ഷിക്കും. നമ്മള് സന്തോഷവേളകളിൽ അള്ളാഹുവിലേക്ക് നമ്മൾ ഓടിച്ചെല്ലണം അല്ലെ. നമുക്ക് സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മളെ ഇബാദത്തുകൾ നമ്മൾ അധികരിപ്പിക്കേ വേണ്ടത്, നമ്മളെ സുജൂദുകളുടെ എണ്ണം അധികരിപ്പിക്കേ വേണ്ടത്, നമ്മളെ സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മൾ അധികരിപ്പിക്കേ വേണ്ടത്, നമ്മുടെ ദിക്റുകൾ ചൊല്ലുന്ന അധികരിപ്പിക്കേ വേണ്ടത്, നമ്മളെ ഖുർആൻ പാരായണം നമ്മൾ അധികരിപ്പിക്കേ വേണ്ടത്. പക്ഷെ എപ്പോഴും തലതിരിഞ്ഞതാണ് അല്ലെ നമ്മളെ പ്രവർത്തനങ്ങള്. സന്തോഷവേളകളിൽ നമ്മളെ നിസ്കാരങ്ങൾ കുറയും. ഫർള് നമസ്കാരങ്ങൾ പോലും വളരെ വേഗതയിൽ നിർവഹിക്കും. സുന്നത്ത് നമസ്കാരങ്ങൾ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി നിർത്തും, പിന്നെ അത് ചെയ്യൂല. ഖുർആൻ പാരായണം പിന്നെ ഉണ്ടാവേ ഇല്ല. ദിക്റുകളൊക്കെ തോന്നിയതുപോലെ. അങ്ങനെയല്ലേ സന്തോഷവേളകളിൽ. നേരെ മറിച്ച് സങ്കടത്തിന്റെ ഒരു അവസ്ഥയിലാണെങ്കിൽ, ദുരിതവും പ്രയാസവും കഷ്ടപ്പാടും ആണെങ്കിലോ നമ്മൾ ഭയങ്കരമായിട്ട് നിസ്കാരം ദുആയിലെ തഹജ്ജുദിനൊക്കെ നേരത്തെ എഴുന്നേൽച്ച് ദുആ ചെയ്യാനുള്ള ഒരു മനസ്സ്, നമ്മൾ നല്ല ആവശ്യക്കാരാകുമ്പോൾ നമ്മൾ എന്തായാലും എണീക്കും. നേരെ മറിച്ച് ഒരു പ്രയാസവും ഇല്ല, ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നാണെങ്കിൽ അലാറം ഇങ്ങനെ അടിക്കുന്നുണ്ടാകും. നല്ല സുഖല്ലേ. ഇപ്പൊ ബ്ലാങ്കറ്റ് പുതപ്പിന്റെ ഉള്ളില് നല്ല പുതച്ചുറങ്ങാന് നല്ല സുഖമുള്ള കാലാവസ്ഥയാണ്. നമ്മൾ എണീക്കണം. അതൊക്കെ തട്ടി മാറ്റിയിട്ട് റബ്ബിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് നമ്മൾ എണീച്ച് ഓടണം. സന്തോഷവേളകളിൽ നമ്മൾ റബ്ബിനെ അന്വേഷിച്ച് പോയാല് നമുക്ക് സങ്കടങ്ങൾ ഉണ്ടാകുമ്പോ അള്ളാഹു നമ്മളെ അന്വേഷിച്ച് നമ്മളെ അടുത്തേക്ക് വരുന്ന പറയുന്നു, അറിഞ്ഞു സഹായിക്കും. എന്നിട്ട് അള്ളാഹു തആല പറയാൻ, ഖുൽ നബിയെ പറയുക, യാ ഖൗമി എന്റെ ജനതയെ, എന്റെ സമുദായമേ, ഇഅ്മലൂ അലാ മകാനതികും നിങ്ങൾ നിങ്ങളുടെ നിലപാടനുസരിച്ച് പ്രവർത്തിച്ചേക്കുക. ഇന്നി ആമിലും ഞാൻ എന്റെ നിലപാടനുസരിച്ച് ഞാനും പ്രവർത്തിച്ചോളും. ഫസൗഫ തഅലമൂൻ വഴിയെ നിങ്ങൾക്ക് അറിയാറാകും. ഇതൊക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു തആല പറയുന്നത്, നീ ഇങ്ങനെ പറഞ്ഞാൽ മതി. അതായത് നമുക്ക് പറയാനേ ഉള്ളൂ അവസരം. ചെയ്യേണ്ടതാരാ? ചെയ്യേണ്ടത് ഓരോരുത്തരും വിചാരിച്ച് ചെയ്യണം. പറയാനല്ലേ കഴിയൂ, ചെയ്യിപ്പിക്കാൻ നമുക്ക് ഇതില്ല അല്ലെ. നിർബന്ധിച്ചിട്ട് ഒരു കാര്യം നമുക്ക് ചെയ്യിപ്പിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പം ഇവിടെ അതന്നെ പറയുന്നത്, നിങ്ങളുടെ നിലപാടനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചോ, ഞാൻ എന്റെ നിലപാടനുസരിച്ച് ഞാനും പ്രവർത്തിച്ചോളാം. എന്നാൽ പിന്നീട് വഴിയെ എല്ലാ കാര്യവും അറിയാറാകും. അറിയുന്ന ഒരു സമയം വരാനുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അതായത് ഇപ്പൊ സൗഫ തഅലമൂൻ പറഞ്ഞില്ലേ, നിനക്ക് വഴിയെ അറിയാറാകും. എന്തറിയാറാകും എന്നുള്ളതാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. എന്താ നിനക്ക് അറിയാൻ കഴിയാ? ആർക്കാണ് മൻ യഅതീഹി അദാബുൻ യുഖ്സീഹി നിന്ദ്യമായ അപമാനപ്പെടുത്തുന്ന വഷളാക്കുന്ന രീതിയിലുള്ള ശിക്ഷ ആർക്കാണ് വന്നെത്തുക എന്നുള്ളത്. അതുപോലെ വയഹില്ലു അലൈഹി അദാബുൻ മുഖീം സ്ഥിരമായി നിലനിൽക്കുന്ന ഒരു ശിക്ഷ വന്നിറങ്ങുകയും ചെയ്യുന്നത് ആർക്കായിരിക്കുമെന്ന് എപ്പോൾ വഴിയെ നിങ്ങൾക്ക് അറിയാറാകും. വഴിയെ ഇപ്പൊ അറിയൂല. എപ്പോഴാ അറിയാ? മരണം നേരിൽ കാണുമ്പോ ഓരോരുത്തർക്കും ബോധ്യപ്പെടുന്നു പറയുന്നുണ്ട് തന്റെ സങ്കേതം എവിടെ ആയിരിക്കുമെന്ന്. മരണം എന്ന ആ ഒരു യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമ്മുടെ പിക്ചർ കിട്ടും പോലും. അതായത് എന്നെ തുടർന്നുള്ള ഇനി എന്റെ ജീവിതം എവിടെയായിരിക്കും, നമ്മളെ റൂഹിലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആരാ വരുന്നത്, അതിനനുസരിച്ചിട്ടാണ് നമ്മളെ ബാക്കിയുള്ള ശേഷിക്കുന്ന ജീവിതം ഉണ്ടാകുക. കാരണം റൂഹ് പിരിയുന്നതോടുകൂടി റൂഹ് നമ്മളിൽ നിന്ന് പിരിയുന്നതോടുകൂടി എന്തായി? നമ്മുടെ അമലുകൾ അവിടെ സ്റ്റോപ്പ്. പിന്നെ ഒന്നും ചെയ്യാൻ കഴിയൂല. ഇപ്പോ ഈ നിമിഷം നമുക്ക് എന്തുണ്ട്? അൽഹംദുലില്ലാ, റൂഹുണ്ട് അല്ലെ. അൽഹംദുലില്ലാ, അള്ളാഹിനെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹിനെ പരിശുദ്ധിപ്പെടുത്താൻ കഴിയുന്നുണ്ട് അല്ലെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇതൊക്കെ ഇപ്പൊ കഴിയുന്നുണ്ട്. അൽഹംദുലില്ലാ, ഇപ്പൊ കഴിയുന്നുണ്ട്. തൊട്ടടുത്ത നിമിഷം നമുക്ക് കഴിയോ? നമുക്കറിയൂല. കഴിവിന്റെ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കാം. ഓരോ സെക്കൻഡുകളും നമ്മള് പാഴാക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുക. നമുക്കറിയൂല, ഇപ്പൊ അറിയൂല നാളത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കിപ്പൊ അറിയൂല. പക്ഷെ വഴിയെ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ എന്താകും? ബോധ്യപ്പെടും അല്ലെ.
وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى പറയുന്നുണ്ടല്ലേ അവിടെ മലക്കുകളും അള്ളാഹുവും അണിയണിയായി വരും നരകം കൊണ്ട് വരപ്പെടും പറയുന്നുണ്ടല്ലേ അന്ന് യൗമ ഇനി യതദക്കറുൽ ഇൻസാൻ മനുഷ്യനെല്ലാ കാര്യങ്ങളും ഓർമ്മ വരും വഅന്നാ ലഹു ദിക്റാ അന്ന് ഓർമ്മ വന്നിട്ട് എന്ത് കാര്യമുള്ളേ യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി എന്ന് വിലപിക്കുക അത്രേ ഉള്ളൂ അത്ര മാത്രമേ ഉള്ളൂ അല്ലേ എന്താ വിലപിക്കുക യഖൂലു യാ ലൈതനി ഖദ്ദംതു ലിഹയാതി ഞാൻ എന്റെ ജീവിതകാലത്ത് കർമ്മങ്ങൾ ചെയ്തു വെച്ചിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് വിലപിക്കുവന്നു അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അങ്ങനെ ഒരു വിലപിക്കുന്ന ഒരു അവസ്ഥ നമ്മളെ ഫേസ് ചെയ്യുമ്പോൾ നഷ്ടമല്ലാതെ വേറെ എന്താ ഉള്ളത് അതുകൊണ്ട് ഇപ്പോ കിട്ടുന്ന ഓരോ അവസരങ്ങളും നമ്മുടെ ഇബാദത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുക പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലായിടത്തും ഉണ്ടാവും അതിന്റെ പേരെ ചുറ്റിക്കറങ്ങി അവരെ പറഞ്ഞ് ഇവരെ പറഞ്ഞ് അല്ലെ അങ്ങനെ നമ്മളെ സമയവും കാലം കഴിച്ചു കൂട്ടിയിട്ട് എന്താ കാര്യമുള്ളത് നമ്മളെ അക്കൗണ്ട് കാലിയാവും അത്രയേ ഉള്ളൂ ചെയ്തതും ഉണ്ടാവില്ല ചെല്ലിയതും ഉണ്ടാവില്ല ഓതിയതും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പിന്നെ അല്ലെ പറഞ്ഞതൊക്കെ ബാക്കിയാവും എന്നിട്ടോ എല്ലാവർക്കും വീതിച്ചു കൊടുത്തിട്ട് അവസാനം അവരുടെ തിന്മകളൊക്കെ നമ്മളെ തലയിൽ കെട്ടിവെക്കുന്ന ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് അവരാണ് പാപ്പർ എന്ന് പറഞ്ഞത് അള്ളാന്റെ റസൂൽ പറഞ്ഞ പാപ്പരായി പോകുന്ന ഒരവസ്ഥ വന്നു പോകരുത് എന്ത് വന്നാലല്ലേ എന്റെ റബ്ബിന് വേണ്ടിയിട്ട് ക്ഷമ സമാധാനിക്കാം എനിക്ക് എന്റെ റബ്ബ് മതി ഹസ്ബി അള്ളാ ഹസ്ബി അള്ളാ ഹസ്ബി അള്ളാ അല്ലെ അലൈഹി തവക്കൽ ഞാൻ എന്റെ റബ്ബിൽ ഏൽപ്പിച്ച് എനിക്ക് എന്റെ റബ്ബ് മതി ഞാൻ എന്റെ അള്ളാഹിനെ ഏൽപ്പിച്ച എല്ലാ കാര്യവും നമുക്ക് ചിലപ്പോ നമുക്ക് ദേഷ്യം വരും അല്ലെ പ്രകോപനപരമായി നമുക്ക് സംസാരിക്കണം തോന്നും ആ രീതിയിൽ നമ്മളെ ഇബ്ലീസ് പ്രവർത്തിപ്പിക്കും പക്ഷെ സംയമനം പാലിക്കാൻ നമുക്ക് കഴിഞ്ഞാല് അല്ലെ മിണ്ടാതിരിക്കാൻ നമുക്ക് കഴിഞ്ഞാല് വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാല് അതിലാണ് നമ്മളെ വിജയം അൽഹംദുലില്ലാ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ അപ്പം നിങ്ങൾ നിങ്ങളുടെ നിലപാടനുസരിച്ച് പ്രവർത്തിച്ചോ ഞാൻ എന്റെ നിലപാടനുസരിച്ച് പ്രവർത്തിച്ചോളാം വഴിയെ നിങ്ങൾക്ക് അറിയാൻ കഴിയും ആരാണ് നിന്ദകരമായ അപമാനകരമായ ശിക്ഷയിലേക്കും കലാകാലത്തുള്ള ശിക്ഷയിലേക്കും എത്തിപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് പിന്നീട് നിങ്ങൾക്ക് വഴിയെ അറിയാൻ കഴിയും എന്നിട്ട് അള്ളാഹു തആല പറയുന്നത് ഇന്നാ അൻസൽനാ അലൈക്കൽ കിതാബ ലിന്നാസി ബിൽ ഹഖ് ഇന്നാ അൻസൽനാ നിശ്ചയമായി നാം ഇറക്കി തന്നിരിക്കുന്നു അലൈക്ക നിന്റെ മേൽ അൽ കിതാബ് ഈ വേദഗ്രന്ഥത്തെ ലിന്നാസ് ജനങ്ങൾക്ക് വേണ്ടി ബിൽ ഹഖ് യഥാർത്ഥ പ്രകാരം സത്യവുമായിക്കൊണ്ട് അല്ലെ ഹക്കായിട്ട് ഹക്കോട് കൂടിയിട്ട് യഥാർത്ഥ മുറപ്രകാരം അള്ളാഹു ഈ വേദഗ്രന്ഥത്തെ നിനക്ക് മനുഷ്യർക്ക് വേണ്ടി നിന്റെ മേൽ ഇറക്കിയിരിക്കുന്നു ആകയാൽ ഫമനിഹ്തദാ ഫലിനഫ്സി ആര് സന്മാർഗം പ്രാപിച്ചുവോ ഫലിനഫ്സിഹി അത് അവന് തന്നെയാണ് അത് അവന്റെ ആത്മാവിന് തന്നെയാണ് ഗുണം അല്ലെ അവന് തന്നെയാണ് അത് ഗുണമായിട്ടുള്ളത് അതാ പറയുന്നത് അള്ളാഹു ഹുദയായിക്കൊണ്ട് സത്യമായിക്കൊണ്ട് ഈ പരിശുദ്ധ ഖുർആനിനെ നമ്മളെ മുമ്പിൽ അള്ളാഹു തആല എത്തിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് എടുക്കണം അല്ലെ നമ്മൾ അതിൽ നിന്ന് എടുക്കണം നമ്മളെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് വെക്കണം മരണം വരെ നമുക്കത് കൊണ്ട് നടക്കാൻ കഴിയണം അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ ഇനി വമൻ വല്ല ഇനി ആരെങ്കിലും വഴിപിഴച്ചു പോയാലോ ഇന്നമായ നില്ലു അലൈഹ ആ നഫ്സിന് അത് ആ വഴിപിഴച്ചതിന്റെ പേര് അത് ദോഷമായിരിക്കും ഉണ്ടാവുക ദോഷം മാത്രമായിരിക്കും ഉണ്ടാവുക എന്ന് പറയുന്നത് വമാ അൻത അലൈഹിം ബിവക്കീൽ നീ അവരുടെ മേൽ ബാധ്യത ഏൽപ്പിക്കപ്പെട്ട ആളും അല്ല അള്ളാന്റെ റസൂലിനോട് പറയുന്നല്ലേ അള്ളാന്റെ റസൂലിനോട് മാത്രമല്ല നമ്മൾ ഓരോരുത്തരോടും പറയുന്നതാണ് നമുക്ക് എന്താണ് ബാധ്യത ഉള്ളത് എത്തിച്ചു കൊടുക്കാന്നുള്ളതേ ഉള്ളൂ അല്ലെ പറഞ്ഞു കൊടുക്ക പ്രാർത്ഥിക്ക കൊടുക്കേണ്ടത് ആരാണ് അത് അള്ളാഹു ആണ് അല്ലെ അള്ളാഹു എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ റഹ്മാനായ റബ്ബേ എത്ര എത്ര ആളുകളാണ് മനുഷ്യന്മാരെ വഴി പേപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അവര് ചെയ്യുന്നതോ തെറ്റ് എന്നിട്ട് ആ തിന്മകളിലേക്ക് ആളുകളെ ക്ഷണിച്ചു കൊണ്ടുപോകുന്ന വല്ലാത്തൊരു ദുരവസ്ഥ ആ പാവങ്ങളായ ആളുകൾ വിചാരിക്കുന്ന അവരൊക്കെ ചെയ്യുന്നത് നല്ല കാര്യങ്ങളാ
നല്ലതാ നല്ലതാ നല്ലതാന്ന് വിചാരിച്ചിട്ടല്ലേ ആൾക്കാരെ കൊണ്ട് ഓരോരോ ഇല്ലാത്ത ഇസ്ലാമില് അള്ളാഹു റസൂലും പഠിപ്പിക്കാത്ത പല കാര്യങ്ങളും മനുഷ്യന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ശിർക്കും വിദാത്തും ഖുറാഫാത്തും എല്ലാ അനാചാരങ്ങളും കൊടികുത്തി വാഴ നീ ദുനിയാവില്. അള്ളാഹു നീ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകണേ. അള്ളാഹ് എല്ലാവർക്കും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. സത്യം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് സത്യത്തിന്റെ പാതയിലേക്ക് വരാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. എത്ര എത്ര കുടുംബങ്ങളാണ് ല്ലേ ഇത്തരം അന്ധവിശ്വാസങ്ങളുടെ പേരിൽ തകർന്നടിയുന്നത്. യഥാർത്ഥ വിശ്വാസം ഉണ്ടെങ്കിലുണ്ടല്ലോ, യഥാർത്ഥ വിശ്വാസം നമ്മളെ ദീനിൽ ഉറപ്പിച്ചു നിർത്തും. എന്ത് പ്രതിസന്ധി വന്നാലും പതറിപ്പോകാതെ നമ്മളെ ഈമാൻ, അതായത് നമ്മളെ വിശ്വാസം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, എല്ലാ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് മാത്രം അല്ലേ, ആ രീതിയിലേക്ക്. അല്ലാണ്ട് വമാ അൻത അലൈഹിം ബിവക്കീൽ, നീ എന്തല്ല, നീ ആരെയും ഒരു കാര്യം നീ എന്തായിട്ടില്ല, ഏറ്റെടുത്തിട്ടില്ല അല്ലെ. സത്യം ഏതാണ്, അസത്യം ഏതാണ്, നല്ലത് ഏതാണ്, ചീത്ത ഏതാണ്, എല്ലാം നമുക്ക് വിവരിച്ചുകൊണ്ട് അള്ളാഹു തആല എന്താക്കിയിട്ടുണ്ട്, ഈ പരിശുദ്ധ ഖുർആനിനെ അള്ളാഹു ഇറക്കി തന്നിട്ടുണ്ട് അല്ലെ. ആർക്കും സത്യം അറിയാണ്ട് പിഴച്ചു പോകേണ്ട ഒരു അവസ്ഥ ഇല്ല. അത്രമാത്രം വ്യക്തമായിട്ട് നമ്മളെ മുമ്പിൽ അള്ളാഹു ഇങ്ങനെ എത്തിച്ചു തരുന്നുണ്ട് അല്ലെ. നമ്മളെ വിരൽ തുമ്പിലേക്ക് അള്ളാഹു സത്യത്തിന്റെ പ്രകാശം എത്തിച്ചു തന്നിട്ട് പോലും ആ വെളിച്ചം നോക്കാതെ അല്ലെ, ആ മാർഗം നോക്കാതെ തെറ്റായ മാർഗത്തിലേക്ക് പോകുന്ന, തെറ്റായതിലേക്ക് പോകുന്ന, ഇരുട്ടിലേക്ക് പോകുന്ന വല്ലാത്തൊരവസ്ഥ. സത്യത്തില് മനുഷ്യന് ഒരു തെരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം അള്ള കൊടുത്തിട്ടുണ്ട് അല്ലെ. അതായത് ഇഷ്ടം, ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഏത് മാർഗം സ്വീകരിക്കാം. അതാണ് നമ്മൾ പറഞ്ഞത്. എന്താണ്, യാ ഖൗമി അമലു അലാ മകാനതികും, നിങ്ങൾക്ക് നിങ്ങളുടെ നിലപാടനുസരിച്ച് പ്രവർത്തിക്കാം അല്ലെ, നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോ. പക്ഷേ അതിന്റെ ഗുണവും ദോഷവും എല്ലാം അവനവൻ തന്നെ അനുഭവിക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം എന്തേ ഉള്ളൂ ബാധ്യത, എത്തിച്ചു കൊടുക്കാന്നുള്ള ഒരു ബാധ്യത മാത്രമേ ഉള്ളൂ. അത് അംഗീകരിക്കാത്ത പക്ഷം അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തില്ല, കുറ്റയില്ല അല്ലെ. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തില് ഇവര് നിഷേധിക്കുന്ന കാര്യം മെയിനായിട്ട് മരണാനന്തര ജീവിതമാണല്ലോ അല്ലെ. അതുമായി ബന്ധപ്പെട്ട ഒരു ആയത്താണ് അടുത്ത ആയത്തിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം അല്ലെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഒരു കുറച്ച് സമയം എല്ലാ ദിവസവും സൂറത്തു സുമർ അർത്ഥസഹിതം പാരായണം ചെയ്ത ആളുകൾക്ക് അതിനെക്കുറിച്ച് പറയാനുള്ള ഒരു അവസരം. ആർക്കൊക്കെ അത് വേണ്ടെന്ന് വെച്ചാൽ കൈവന്തിക്ക് എന്നിട്ട് പറഞ്ഞോളൂ. പറയാനുള്ള ആളെല്ലാം കൈ താത്തിയാ? ഇല്ലല്ലോ അല്ലെ. പറയുന്നുണ്ടോ? സെമിയ, ഫർഹ, മറിയം ബി, ഷഫ്ന, ജുമൈദ, ഇങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ കൈ പൊന്തി കാണുന്നുണ്ട്. അറിയാതെ ഒക്കിയതാണോ എന്ന് അറിയില്ല. എന്തായാലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ പറയാം, ഖുർആനുമായി ബന്ധപ്പെട്ടിട്ട്. പലരും ഗ്രൂപ്പുകളിലൊക്കെ പറയുന്നില്ലേ, അതുപോലെ ഒന്നോ രണ്ടോ വാക്കുകൾ നിങ്ങൾക്ക് പറയാം. ആർക്കും പറയാനില്ലേ? അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗ്രൂപ്പിൽ കയറിയപ്പോഴാണ് ശരിക്കും പറഞ്ഞ ഒന്നിനും സമയമില്ല എന്ന് വിചാരിച്ചത് നടന്നിരുന്നത്. പക്ഷെ ഇപ്പൊ ഖുർആൻ ഓതാനും ക്ലാസ് കേൾക്കാനും വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കാനും മക്കളോട് സംസാരിക്കാനും ഒക്കെ കൂടുതൽ സമയം കിട്ടി. സമയം ഒരുപാട് ബാക്കിയുള്ള പോലെ തന്നെ നമുക്ക് തോന്നുന്നുണ്ട് ഇപ്പോ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ജസാക്കല്ലാഹു ഖൈറ, ബറക്കല്ലാഹു ഫീ. നമ്മള് ഖുർആനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ തന്നെ നമുക്ക് സമയത്തിൽ അള്ളാഹു ഒരുപാട് ബർക്കത്ത് തരും. നമ്മളെ ദിവസത്തിന്റെ തുടക്കം ഖുർആൻ പാരായണമായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജോലികളൊക്കെ അള്ളാഹു എത്ര ഈസി ആയിട്ടാണെന്നറിയോ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തൊപ്പിയൊക്കെ അള്ളാഹ് നിരക്ക്. നമ്മൾ എന്തിലാണോ ഇടവഴകി കെട്ടി വളർന്ന് കിടക്കുന്നത് അതിലാണ് നമ്മൾ ഉണ്ടാകാന്നത്. നമുക്ക് വേഗം സമയം കിട്ടുമ്പോൾ ഖുർആൻ ഓതാനും പഠിക്കാനും ക്ലാസ് കേൾക്കാനും നോട്ട് എഴുതാനും അതിനൊക്കെയാണ് നമ്മൾ സമയം കണ്ടെത്തുന്നത്. നമുക്ക് അതിനുള്ള സമയം അള്ളാഹ് ഒരുക്കി തരും. എല്ലാത്തിനും നമുക്ക് സമയം തരും. ആഫിയത്തും ആരോഗ്യവും എല്ലാം നമുക്ക് അള്ളാഹു തരും. നമ്മൾ അതിനു വേണ്ടിയിട്ട് അള്ളാഹിനോട് നിരന്തരം ചോദിച്ചു കൊണ്ടേയിരിക്കാം. ഖുർആനുമായിട്ട് നമ്മൾ നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കി കൊണ്ടുപോകാൻ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കാം.
ശരിയാണ്. എപ്പോഴെപ്പോഴും വയ്യ വയ്യാന്ന് തോന്നിക്കൊണ്ടിരുന്നായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടേ തോന്നണില്ല. മറ്റേ വയ്യ വയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും ഒന്നും ചെയ്യാനും. പക്ഷെ ഇപ്പൊ നമുക്ക് എല്ലാത്തിനും സമയം കിട്ടുന്നുണ്ട്. അസുഖങ്ങളൊക്കെ അങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. മാഷാ അല്ലാ. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. വലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹ്. എനിക്ക് തോന്നിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാല് പണ്ടൊക്കെ എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ അതല്ലാണ്ട് എഫക്ട് ചെയ്യും. ലൈക്ക് ഭയങ്കര അതിനെ പറ്റി ടെൻഷൻ അടിച്ച്. പക്ഷെ ഖുറാനോടും നിസ്കാരവും ഒക്കെ ഇങ്ങനെ ശരിയാക്കിയപ്പോ നമുക്ക് അള്ള വിചാരിച്ചാലല്ലേ ഒരു കാര്യം നമ്മൾ ഏൽക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ചിന്ത വരുമ്പോ നമുക്ക് ടെൻഷനൊക്കെ ഭയങ്കര ഈസി ആവുന്ന പോലെ തോന്നലുണ്ട്. അതെനിക്കും അതൊരു ഭയങ്കര ഉണ്ടായിട്ടാണ്. സമാധാനാണ്. ശരിയാണ്. അതെ മാഷാ അല്ലാ. അതെ, മാഷാ അല്ലാഹ്. ശരിക്കും അതാണ് നമ്മള് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒരു ഭാഗത്ത് ഉണ്ടെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ നമുക്ക് ഭയങ്കരമായ ഒരു സമാധാനം ഫീൽ ചെയ്യും. അത് എവിടുന്നാ കിട്ടുന്നത്? അത് അള്ളാന്റെ അടുത്ത് നിന്ന് കിട്ടുന്നതാണ്. അത് അനുഭവിക്കുന്നവർക്കേ അത് അനുഭവിക്കാൻ കഴിയൂ. ശരിക്കും ആ ഒരു സമാധാനം എന്ന് പറയുന്നത് അള്ള ഇട്ടുതരുന്നത് തന്നെയാണ്. നമ്മള് എന്ത് ഞാൻ എന്റെ കാര്യം പറയാലോ, എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു ഭാരമായിട്ട് തോന്നുമ്പില്ലേ, ഞാൻ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ആ ദിക്റിനെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യലുണ്ട്. അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ഈ ദിക്ർ, ഈ രണ്ട് എല്ലാ ദിക്റുകളും സമാധാനം തന്നെയാണ്. കാരണം അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് അല്ലെ. നമ്മൾ ഖുർആൻ പാരായണം ആയാലും നമ്മൾ കുറച്ച് സമയം ഖുർആൻ ഓതിയാലും ഭയങ്കര ആശ്വാസമായിരിക്കും. അതുപോലെ ഈ ദിക്റുകൾ നമുക്ക് എല്ലാ കാര്യവും എളുപ്പമാകാൻ ഭയങ്കരമായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ്. എല്ലാ ദിക്റും ദുആയും നമ്മൾ കറക്റ്റ് നമുക്ക് ഫോളോ അപ്പ് ചെയ്യുമ്പില്ലേ, നമുക്ക് ഭയങ്കര സമാധാനം, മനസ്സിനൊരു സമാധാനം ആശ്വാസം ഫീൽ ചെയ്യും. അൽഹംദുലില്ലാ, അത് അള്ളാന്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന തന്നെയാണ്. എനിക്കൊന്ന് പറയാൻ പറ്റും. അസ്സലാമു അലൈക്കും. ഓ പറഞ്ഞോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ അങ്ങനെ വളരെ കുറഞ്ഞ അറിവ് വെച്ചിട്ട് പിന്നെ ഞാൻ മനസ്സിലാക്കിയത് തെറ്റാണോ എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ തിരുത്തി തരണം ഇൻഷാ അല്ലാഹ്. അതായത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഞാൻ വയനാട്ടിലേക്ക് പിന്നെ എൻ്റെ വേരുകൾ വയനാടാണ്. അപ്പൊ ഈ ഒരു ദുരന്തം ഞാൻ അങ്ങനെ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. അപ്പം സൂറ ആലിമ്രാനിലെ ആയത്തുകളില്ലേ, പിന്നെ അള്ളാഹുവിന്റെ അധികാരാണ് വലില്ലാഹി മുൽക്കു സമാവാതി വൽ എന്നുള്ള ആയത്ത്. അപ്പം ഞാന് ചിന്തിച്ചത് ഈ ആകാശങ്ങൾ ഭൂമി അള്ളാഹു എത്രയോ സ്ഥലത്ത് എടുത്തു പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇതിന് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ നമ്മൾ ഭൂമി കൂടെ ഒരു വീട്ടിന്റെ ഉള്ളിലായാലും പുറത്തായാലും നമ്മൾ നടക്കുന്ന പെരുമാറുന്ന നമ്മൾ പല കാര്യങ്ങൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ കൈകാലുകൾ കൊണ്ട് ചെയ്യുന്നു. ഒരു സ്ത്രീ എന്ന നിലയിൽ പല എല്ലാ സമയത്തും നമ്മൾ കട്ടുമെന്ന് നീച്ചാൽ പിന്നെ നമ്മളൊരു ജീവിതത്തിലെ കർമ്മങ്ങളാണല്ലോ അമലുകൾ എന്ന് പറയുന്നത്. അപ്പൊ അതില് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു ഒരു അതിനൊരു ഒരു പ്രതിഫല നടപടി തന്നെ ഉണ്ടാകുന്നതാണ്. അപ്പൊ ഈ വന്ന ഒരു ദുരന്തം എന്ന് പറഞ്ഞാല് ഇത് ഭയങ്കര ടൂറിസം ഉള്ള സ്ഥലമാണ്. മലബാറിലുള്ള കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ ആളുകൾ ഭയങ്കര കുത്തൊഴുക്കുമാണ്. അവിടുത്തെ മലപ്രദേശം കുന്നുകളൊക്കെ എത്രയോ പൊട്ടിച്ചിട്ടാണ് ഇങ്ങനെയുള്ള സുഖകേന്ദ്രങ്ങൾ, സുഖലോലുപതയുടെ കേന്ദ്രങ്ങളാണ്. അവിടെയൊക്കെ പല നമ്മളിപ്പോ വിശ്വാസിയായിട്ട് പോയാൽ തന്നെ നമ്മൾ അള്ളാഹുവിനെ മറന്നു പോകുന്ന അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ തന്നെ പോയിട്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്ത് നമ്മളൊന്നും ചിന്തിക്കൂല. റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില, ആ ഒരു ആയത്തിന്റെ അടുത്ത പിന്നെ ഭാഗം പറയുന്നത് അല്ലദീന യതഫക്കറൂ എന്തിനാ അല്ലദീന യദ്കുറൂന അല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില. ഇത് വെറുതെ അല്ല, ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി റബ്ബന ഫഖിന അൽബാബ്. അല്ല, അത് മുന്നേ ഉള്ള അടുത്ത് വരുന്നത് ഈ ഇരുന്നുകൊണ്ട് നടന്നുകൊണ്ടും പിന്നെ ആ ഉലിൽ അൽബാബിനെ പറ്റിയിട്ട് വിവരിക്കുകയാണ്. ബുദ്ധിയുള്ള ആളുകൾ എന്ന് പറയുന്നത് ഇരുന്നുകൊണ്ട് നടന്നുകൊണ്ടും കിടക്കുന്ന അവസ്ഥയിലാണെങ്കിൽ പോലും അൽഹംദുലില്ലാ പിന്നെ ഈ കിടക്കുന്ന അവസ്ഥയിലും ജീവിതം ഉണ്ടാവുമല്ലോ. നമുക്കിപ്പോൾ ഒരു കാല് കുട്ടികളൊക്കെ കിടത്തുന്നത് മാറുന്നത് ബെഡ് പൊസിഷനിൽ തന്നെ ഫുൾ റെസ്റ്റ് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യും. അപ്പോഴും ഈ ഒരു നമുക്ക് ചെയ്യാൻ അള്ളാഹു എത്തിക്കണം. അപ്പൊ ഈ ഒരു ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ ഞാൻ ചിന്തിച്ച് അതിന്റെ മുൻകാലങ്ങളിൽ ഈ ദുരന്തം നടക്കുന്നതിന് മുന്നേ ഈ സ്ഥലങ്ങൾ ഈ ഭൂമിയൊക്കെ എത്രയോ ആളുകൾ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട്.
മനുഷ്യർ. അപ്പം അതിൽ മുസ്ലിങ്ങളും ഉണ്ട്, നമ്മളും ഉണ്ട്. ഞാനൊക്കെ അവിടെ നമുക്കൊക്കെ ഭൂമിയുണ്ട്. അപ്പം ഇതിന്റെ ഒരു ദുരുപയോഗത്തിന് അവിടെ പ്രകൃതി പഠനം നടത്തുന്ന ആളുകളൊക്കെ എത്രയോ പ്രാവശ്യങ്ങളുടെ റിപ്പോർട്ടും വന്നിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ദുരന്തം ഇതിന്റെ മുന്നേ തന്നെ മലപ്പുറത്തും ഒരു ഗ്രാമം പാടെ പോയിട്ട് ഉള്ള സാഹചര്യം ഉണ്ടെങ്കിൽ പിന്നെ പ്രളയവും വന്ന് ഇതിലൊക്കെ ഒരു മുന്നറിയിപ്പും ഉണ്ടാവും. അതിന്റെ ശേഷം ഒരു ഒരു ദുരന്തത്തിന്റെ പഠനവും നടക്കും. പക്ഷെ അതൊക്കെ ഒരു ആഴ്ച മാക്സിമം. അത് കഴിഞ്ഞാൽ പിന്നെ മറവിയിലേക്ക് പോവാം. പക്ഷെ ഈ ഖുറാന്റെ ആയത്ത് എപ്പോഴും ഉണ്ട്. അതുകൊണ്ടില്ല ഈ ആയത്ത് ഓതുന്ന ആളുകൾ എത്ര ഉണ്ട്. ഞാൻ ഈ ആയത്ത് പഠിച്ച് ഞാൻ മറന്നുപോയി. പിന്നെ ഞാൻ തിരിച്ച് ഈ ആയത്തിലേക്ക് വരുമ്പോൾ വരികയാണ്. കാരണം ഈ ഭൂമിക്ക് ആകാശത്തിന് വില ഉണ്ട്. നമ്മളെത്ര ഇതിനെ നോക്കി കാണുന്നത്, എങ്ങനെ കാണുന്നത് എന്നുള്ളത് അത് നമ്മൾ അള്ളാഹിനോട് ചോദിക്കണം. ഈ ഭൂമിയിൽ നമുക്ക് കുറച്ച് തെറ്റുകൾ. അപ്പൊ സമ്പത്തുള്ള ആളുകൾ, സ്ഥലമുള്ള ആളുകൾ അവർ എന്താ ചെയ്യണേ? അപ്പൊ അതിൽ കൃഷി നടക്കാം, അല്ലെങ്കിൽ ഒരു ഒരു പുറമ്പോക്ക് ഭൂമിയായി വിട്ടാൽ പോലും ആ ഭൂമിക്ക് കേട് വരുന്നില്ല. പക്ഷെ അതിനെ മോശമായ രീതിയിൽ അതിൽ പിന്നെ തുരത്തലുകൾ നടത്തിയാൽ, അതായത് മനുഷ്യന്മാരുടെ ഇടപെടലുകൾ തെറ്റായ രീതിയിൽ, അത് ഒരു ഒരു ശിക്ഷക്ക് ആവാം. അപ്പൊ ആ ഒരു ആയത്ത് ഞാൻ കുറെ മുന്നേയും ചിന്തിച്ചത് ഞാനിപ്പോ ഈ ഒരു ഗ്രൂപ്പിന്റെ മുന്നിൽ വെക്കുകയാണ്. നമ്മൾ ദുആ ചെയ്യണം. നമ്മൾ ആയുസ്സിൽ നമ്മൾ എന്ത് കർമ്മങ്ങളാ ചെയ്യുന്നത്, അത് ഭൂമിക്കും മനുഷ്യർക്കും ഒരു കോട്ടം വരുത്തരുത്. ഗവൺമെന്റ് ചിലപ്പോൾ മുസ്ലിം ആയേക്കാം, അല്ലാതിരിക്കാം. അവർക്ക് പല തീരുമാനങ്ങളും അവരെ സ്വന്തം താല്പര്യങ്ങൾക്കനുസരിച്ച് എടുക്കാം. പക്ഷെ ഒരു മുസ്ലിം ആണെങ്കിൽ നമ്മൾ ഖുർആന്റെ കുറച്ചൊക്കെ ആയത്തുകൾ അറിയാൻ അള്ളാഹു എത്തിക്കുന്നു കുറച്ച് ആൾക്കാർക്ക്. അൽഹംദുലില്ലാ, ഇതും അള്ളാഹു നമുക്ക് നമ്മളെ ചൂസ് ചെയ്തിട്ടാണ്. അപ്പൊ ഈ ആലിമ്രാന്റെ ഈ ആയത്ത് ഞാൻ എന്നെ എത്രയോ ചിന്തിപ്പിച്ചത്. ഞാനതൊന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്തെന്നുള്ളൂ. തെറ്റുണ്ടെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അത് തെറ്റാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ തിരുത്താം. ഇതിപ്പോ തെറ്റ് തിരുത്താനൊന്നുമില്ല. ഇത് പറഞ്ഞത് നല്ല കാര്യമാണ്. അപ്പൊ നമ്മളെ ഈ ഭൂമി സൃഷ്ടിപ്പിനെ പറ്റിയിട്ട് ചിന്തിക്കുമ്പോ ഈ ഭൂമിക്ക് മരുഭൂമിയിലെ ഒരു മണൽത്തരിന്റെ വലിപ്പം പോലും ഇല്ലെന്ന് അതിലെടുത്ത് പറയുന്നുണ്ട്. നമ്മളിപ്പോ തഹജ്ജുദിന്റെ സമയത്ത് എണീറ്റാല് ആദ്യം ചെല്ലേണ്ടതൊക്കെ ചെല്ലിയിട്ട് പിന്നെ നമ്മൾ ചെല്ലുന്ന ഇതാണല്ലോ സൂറത്ത് ആൽ ഇംറാനിലെ 190 ആയത്താണല്ലോ. അപ്പൊ ഒരു ആളുകളൊക്കെ കാണാതെ പഠിച്ചോലായിരിക്കും. പക്ഷെ നിങ്ങൾ പറയുന്നത് വളരെ ശരിയാണ്. മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നിടത്ത് മാത്രമേ പ്രശ്നങ്ങളുള്ളൂ. മനുഷ്യന്മാരാണ് ഇതൊക്കെ ഉണ്ടാക്കി തീർക്കുന്നത്. അവിടെ തന്നെ നാശങ്ങളും വരും. ഇവിടെ ഇപ്പം മാലിന്യ കൂമ്പാരും എല്ലാം ഒഴുകുന്ന കടലിലേക്കല്ലേ. അൽഹംദുലില്ലാ. നിങ്ങളെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് അറിയാം. പക്ഷെ ഇത്ര വരുമ്പോ എല്ലാവരും കൂടി ഒന്നിച്ച് അനുഭവിക്കുന്നു. പിന്നെ അതാണ് നാളെയാണ് അത് നല്ലവർക്ക് ആൾക്കാർക്ക് വളരെ വ്യത്യാസം വരും. നിരപരാധികളാണ് ഇതില്. നിരപരാധികൾ ഇപ്പൊ കണ്ടില്ലേ, ഒരു കുടുംബത്തിലെ 16 പേര് ഒന്നടക്കം ഒരു ഫോട്ടോ ഞാൻ വിട്ടിട്ടുണ്ട്. എന്താ നല്ലപോലെ രാത്രി കിടന്നുറങ്ങിയത്. അവർക്ക് അറിയോ നാളെ എന്റെ മരണമാണെന്നുള്ള? ഒരിക്കലും അവര് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അവരും നമ്മളെ പോണം തന്നെ കിടക്കുമ്പോൾ ചെല്ലേണ്ടയൊക്കെ ചെല്ലി ഒഴിഞ്ഞിട്ടൊക്കെ ആരും കിടന്നുണ്ടാകുക. അപ്പൊ തന്നെ അവർക്ക് ഈമാൻ കിട്ടി. അള്ളാഹു അവർക്ക് ചെയ്തിന്റെ കൂലി കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം ഇൻഷാ അല്ലാഹ്. എനിക്ക് എന്റെ അറിവാണ്, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. നിരപരാധികളെന്നല്ല, അവിടെ ചിലവർക്ക് ഇത് ഹൈറാണ്, അതെ അതെ. അതായത് നമ്മൾ പറഞ്ഞത്. എന്താ പറയുന്നത്, നിങ്ങൾ ഇപ്പോഴും കാത്തിരിക്കുകയാണ്. എന്റെ മക്കൾ ഇതിന്റെ മൂബിനടിയിലുണ്ടോ, എന്റെ ഭർത്താവ് ഉണ്ടോ, എന്റെ മാതാപിതാക്കൾ ഉണ്ടോ, എന്റെ ഭാര്യ ഉണ്ടോ? ഇപ്പൊ ഒരു ഉമ്മന്റെ കൈയൊക്കെ അങ്ങോട്ട് എടുക്കുക, ഒരു കൈ മാത്രം കണ്ടിട്ട് സ്ലേബിന്റെ അടിയിൽ അതിനെ പൊന്തിച്ച് അതിന്റെ അടിയിൽ പിന്നെ ഒരു ആണുങ്ങള്, എത്രയോ വയസ്സുണ്ട്, വയസ്സായ ഒരു പെണ്ണുങ്ങള്. അപ്പോൾ ഒരു പുനർജന്മം തന്നെ അതിനവിടെ കൊടുത്തിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു കാക്കട്ടെ എല്ലാരെ തൊട്ട് ദുർമരണത്തിനൊക്കെ. മരിക്കുമ്പോ മയ്യത്ത് കുളിപ്പിക്കപ്പെടുക, അത് ഷഹീദായിട്ട് തന്നെ കുളിപ്പിക്കാണ്ടാണോ? കുളിപ്പിക്കും. അതിനായിട്ട് ഒരു ടീം തന്നെ ഉണ്ട്, റെസ്ക്യൂ ടീം എന്ന് പറഞ്ഞിട്ട്, മയ്യത്ത് പരിപാലന കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട്. അതിന് വിളിച്ചാൽ എപ്പോഴായാലും നമ്മൾ ഓടണം. യുദ്ധത്തിൽ ഷഹീദായതാണ് കുളിപ്പിക്കാണ് പറഞ്ഞത്. ഇതൊക്കെ രക്തസാക്ഷിയുടെ പ്രതിഫലം ഉണ്ടാവും. നമ്മൾ ഒരു സംശയം ചോദിക്കട്ടെ. നമ്മൾ ഉളു എടുത്തു കഴിഞ്ഞാല് മുഖം തുടക്കാൻ മുഖം എന്ന് പറഞ്ഞാൽ കൈ കൊടുത്ത വെള്ളം തുടക്കാൻ പാടുണ്ടോ? ഒരു സംശയമാണ്. വെള്ളമെടുത്ത വെള്ളം തുടക്കുന്നതിനും തുടക്കാതിരിക്കുന്നതിനും അവിടെ പ്രത്യേകിച്ച് ഒരു ഇതുമില്ല. പിന്നെ തുടക്കാതിരിക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം. അതിന് പ്രത്യേകിച്ച് അവിടെ ഒരു സുന്നത്തൊന്നും പറയുന്നില്ല. അതുപോലെ അസി, ഞാനൊരു സംശയം ചോദിക്കട്ടെ.
നമ്മൾ ഈ ഒലുവിന്റെ 2 റക്അത്ത് സുന്നത്ത് നമ്മൾ വേഗം നിസ്കരിക്കാൻ വേണ്ടി ഇറങ്ങും. ലോഹറിന്റെ മുമ്പത്തെ റവാത്തി സുന്നത്തും ഒലുവിന്റെ 2 റക്അത്ത് സുന്നത്തും അങ്ങനെ ഒരുമിച്ച് നമസ്കരിക്കുക. അപ്പം നമുക്ക് കുറച്ച് സമയം ആരെങ്കിലും വന്ന് 1-2 വർത്താനം പറയും പോണ വരെ ചെയ്താല് ഈ ചിലവര് പറയുന്ന കേൾക്കുക ഒലുവിന്റെ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഒലുവിന്റെ വെള്ളം ഉണങ്ങുന്നതിന് മുമ്പാണ്. അതിലെന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഒലുവിന്റെ വെള്ളം വറ്റുന്നതിന് മുമ്പ് പള്ളിയിൽ നിന്നൊക്കെ ഓരോ പെണ്ണുങ്ങളോട് പറയും തൊട്ട് നോക്കടി ഇതിന്റെ മുഖത്ത് വെള്ളം ഉണ്ടോ എന്നുള്ളത് ഒലുവിന്റെ സുന്നത്ത് നിസ്കരിക്കുമ്പോ അങ്ങനാണെന്ന്. അതിലൊന്നും ഇല്ല അല്ലേ? വെറുതെ അങ്ങനെയൊന്നുമില്ല. പറയും. അത് ഒഴിവെടുത്താലേ അതിനൊന്നുമില്ല. അത് വേണം കുടിച്ചാൽ അത്രയും നല്ലത്. അത്രേ ഉള്ളൂ. ഒന്നും അല്ലാതെ നമ്മൾ ഇറങ്ങുമ്പോഴും വെള്ളം നമ്മൾ എടുക്കുന്നുണ്ടല്ലേ? നമ്മൾ ഓൾറെഡി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒന്നും എടുത്ത് വന്നിട്ട് നിസ്കാരത്തിൽ പോയത് ഫുള്ള് അതിലേക്കായില്ലേ വെള്ളമെല്ലാം. പിന്നെ അതിനേക്കാളും നമ്മളൊരു തോർത്തെടുത്ത് തുടച്ചാലും നിസ്കാര കുപ്പായം പിന്നെ കരിമേലടിക്കാതെ സൂക്ഷിക്കാം. പിന്നെ നിസ്കാരത്തിന്റെ അവിടേക്ക് പിന്നെ തുടക്കുന്നതിനും തുടക്കാതെ നിർത്തുന്നതിനും ചിലപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ചെയ്യും. കണ്ണട വെക്കുന്നതിനെ കൊണ്ട് കണ്ണിലെ വെള്ളം മാത്രം തുടയ്ക്കും. നമുക്ക് സമയമായിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇരിക്കല്ലോ ലുഹ കഴിഞ്ഞാല്. അപ്പൊ അങ്ങനെ കണ്ണിലെ വെള്ളം അല്ലാണ്ട് ഒലുവിന്റെ വെള്ളം ഒന്നും നന്നായിട്ട് മൊത്തത്തിൽ ഇതുവരെ തുടച്ചിട്ടില്ല. അത് അവിടെ ശരിയായിട്ട് തുടക്കുന്നതിനും തുടക്കാതിരിക്കുന്നതിനും പ്രശ്നമില്ലാന്ന് പറഞ്ഞത്. എന്തായാലും കുഴപ്പമില്ല അവിടെ. കണ്ണട വെക്കുമ്പോ കണ്ണിലേക്ക് എന്താ അറിയോ, നീരാവി വന്നു കഴിഞ്ഞാല് പിന്നെ നമുക്ക് അക്ഷരങ്ങളൊന്നും കാണില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി ആർക്കെങ്കിലും ഈ ആയത്ത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാട്ടോ. പറഞ്ഞോളൂ. എന്താ സലാം പറഞ്ഞ ആൾ പറഞ്ഞോളൂ. അല്ല, നമ്മളിപ്പോ ഉറങ്ങുന്നതിന് മുന്നേ എന്നുള്ളതില് മുൽക്കും സജദ ഓതുന്നുണ്ടല്ലോ, അത് ഇപ്പൊ മഗ്‌രിബിന് ശേഷം ഓതിയാല് അത് വീണ്ടും അപ്പോഴും ഓതണം ഉറങ്ങാൻ കിടക്കുമ്പോഴ്? വേണ്ട, മഗ്‌രിബിന് ശേഷം ഓതിയാൽ മതി. മഗ്‌രിബിന് ശേഷം രാത്രി ഉറങ്ങുന്നതിന് മുന്നായിട്ടുള്ള ഏത് സമയത്ത് ഓതിയാലും അത് മതി. പിന്നെ ഓതണമെന്നില്ല. ഓക്കെ, ജസാക്കല്ലാഹ്. അസീബ് ഒരു സംശയം കൂടെ ചോദിക്കട്ടെ. നമ്മൾ ലുഹാ നമസ്കാരത്തിന് ശേഷം സൂറത്ത് ഫത്തഹ് ഓതാന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടോ? ഹദീസിൽ വന്നിട്ടുണ്ടോ? സൂറത്ത് ഫത്തഹ് ഇല്ല, ലുഹാ അങ്ങനെ നമസ്കാരത്തിന് ഇല്ല, ശേഷം നല്ലതാന്ന് പറഞ്ഞു. ഇല്ല, ഇപ്പോ ഇല്ല, അങ്ങനെ ഇല്ല. ഇല്ല അല്ലെ? അതുപോലെ നമ്മൾ രാത്രി ഇപ്പോ സജദും മുൽക്കും ഒക്കെ ഓതുന്ന സമയത്ത് അതുപോലെ തന്നെ സൂറത്ത് കൈഫിലെ 10 ആയത്തും സൂറത്ത് കൈഫിന്റെ അവസാനത്തെ 10 ആയത്തും നിർബന്ധമായിട്ട് ഓതിയ സ്വർഗം കിട്ടുമെന്ന് പറയുന്നു. ഞാൻ ചെയ്യുന്നത് ചോദിച്ചിരുന്നു. സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തിനും അവസാനത്തെ 10 ആയത്തിനും ഒരു ശേഷത പറയുന്നുണ്ട്. അത് കാണാതെ പഠിക്കാനും അത് നമ്മളെപ്പോഴും ഓതാനും അത് ശ്രദ്ധിച്ചെടുത്താലും പ്രത്യേകം പറയുന്നത്. അത് രണ്ടും കാണാതെ രാത്രി പഠിച്ചതാണ്. ഫുള്ളായിട്ട് ദിവസത്തിന്റെ രാവിലെ തന്നെ ഓതുന്നത് ഓതാൻ പറയും. സൂറത്തുൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തിനും അവസാനത്തെ 10 ആയത്തിനും 2 അഭിപ്രായമുണ്ട്. അത് കാണാതെ പഠിച്ചിട്ട് ഓതാൻ പറയുന്നത്. അത് കാണാതെ പഠിച്ചിട്ടുണ്ട്. മുഴുവൻ കൈഫ് മുഴുവനായിട്ട് കാണാതെ പഠിച്ചില്ല. അങ്ങനെ കുറച്ചൊക്കെ അറിയാം. ആദ്യത്തെ അവസാനത്തും കാണാതെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ 10 ശരിയല്ല എന്നാ പറഞ്ഞത്. അങ്ങനെയല്ല, സൂറത്തുൽ ഫത്ഹ് എന്ന് പറയുന്നത് പിന്നെ ദുഹാ നിസ്കാരത്തിന് ശേഷം അങ്ങനെ പ്രത്യേകം ഓതുന്നതിന് പ്രത്യേക പ്രതിഫലം പറഞ്ഞിട്ടില്ല. സൂറത്തുൽ ഫത്ഹ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അധ്യായമാണെന്ന് പറയുന്നത്. നമ്മൾ സൂറത്തുൽ ഫത്ഹ് എടുത്താണല്ലോ സമയത്താണ് പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൽ ഫത്ഹ് എന്ന് പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സൂറത്താണ്. അതുകൊണ്ട് നമുക്ക് ഓതുന്നതിന് വിരോധമില്ല. അങ്ങനെ ഓതാനല്ലാതെ ഇങ്ങനെ പ്രത്യേകം ഈ ദുഹാ നിസ്കാരത്തിന് ശേഷം ഓതാനൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ലല്ലേ? ഏത് സുഹൃത്ത് എപ്പോൾ ഓടിയാലും പ്രത്യേകമല്ലോ. പ്രത്യേകമായിട്ട് പറഞ്ഞ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് പിന്നെ ഈ പറഞ്ഞ സജാമിൽക്ക്, പിന്നെ സൂറത്തുൽ ബഖറ, പിന്നെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. സൂറത്ത് ഇസ്രായേൽ, സൂറത്തുൽ ഇസ്രായേൽ, പിന്നെ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അതെല്ലാം ഓരാം. അപ്പോ അത്രയും വലിയ അറിവ് പറയുന്നത്. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തുക. എല്ലാവരുടെ കാര്യങ്ങൾക്കും ഒരിക്കലും ദുആ ചെയ്യാം. തീർച്ചയായിട്ടും.